ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഞങ്ങളുടെ ഈ ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹബന്ധനത്തെയും നിങ്ങൾ ഈ ലൈവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജോസഫ് പൊന്നാറ സത്യപ്രവാചകനും ജോസഫ് പൊന്നാറയുടെ പ്രവാചകത്വം തിരുവചന വെളിച്ചത്തിൽ പരിശോധിക്കുന്ന ഞങ്ങളുടെ ഈ ലൈവിന്റെ രണ്ടാം ഭാഗത്തിലാണ് നാം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ നാം ചിന്തിച്ചത് ജോസഫ് പൊന്നാറയ്ക്ക് പ്രവാചകത്വം പറയുവാൻ ഉള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് തിരുവചന വെളിച്ചത്തിൽ നാം പരിശോധിച്ചത്. അപ്പോൾ നാം കണ്ടെത്തിയ കാര്യങ്ങൾ ജോസഫ് പൊന്നാറയുടെ പ്രവാചകത്വം അത് നമുക്കറിയാം. വേറെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കിയത് പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക് പോലും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പുനരുത്ഥാനം മാത്രമാണുള്ളത്, ഒരു പുനർജന്മമല്ല എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ജോസഫ് പൊന്നാറയുടേത് ഒരു പുനർജന്മം കണക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചകത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷെ തിരുവചന വെളിച്ചത്തിൽ അങ്ങനെയൊരു പുനർജന്മ പ്രവാചകനെ പഴയ നിയമത്തിൽ നിന്നും വേദപുസ്തകം എടുത്തു കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവം അയച്ച പ്രവാചകൻ അല്ല ജോസഫ് പൊന്നാറ എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. തുടർന്ന് പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉള്ളവർ ആയിരുന്നുവെന്നും അവർക്ക് ഇസ്രായേലിനോട് ചരിത്ര പശ്ചാത്തലവുമായി അവരുടെ ശുശ്രൂഷകൾ ബന്ധപ്പെട്ട് ഉള്ളതായിരുന്നുവെന്നും നാം കഴിഞ്ഞ ഭാഗത്ത് മനസ്സിലാക്കിയുണ്ടായി. എന്നാൽ ഇതൊന്നും അവകാശപ്പെടുവാനുള്ള ഒരു യോഗ്യതയും ജോസഫ് പൊന്നാറയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകൻ വന്നത് അല്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായി. അടുത്തത് നമ്മൾ മനസ്സിലാക്കിയത് ന്യായപ്രമാണത്തിന് കീഴിൽ ആണ് പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ എല്ലാം ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് ജോസഫ് പൊന്നാറയ്ക്ക് ആ ന്യായപ്രമാണവുമായിട്ട് അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. അടുത്തത് നാം മനസ്സിലാക്കിയത് അദ്ദേഹം പുതിയ നിയമ ഗ്രന്ഥങ്ങളെയും പഴയ നിയമ ഗ്രന്ഥ പുസ്തകങ്ങളെയും ഒക്കെ കോൺട്രഡിക്ഷൻ വരുത്തിക്കൊണ്ടാണ് തന്റെ പ്രവചന ശുശ്രൂഷ അദ്ദേഹം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. അപ്പോൾ നാം കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചത് വ്യക്തമായി മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് പ്രവാചകത്വം പഴയ നിയമത്തിൽ നിന്ന് അവകാശപ്പെടുവാൻ കഴിയുക ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ചോദിച്ച ഒരു ചോദ്യം അത് ഇന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളെ പ്രോഗ്രാം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഉള്ളത് ഷിമോൻ ബ്രദറാണ്. ലാസ്റ്റ് ഞാൻ അത് ചോദിച്ച ചോദ്യം, കാരണം നമ്മൾ കൂടുതൽ സമയം അതിന് വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ലൈവ് അന്ന് അവസാനിപ്പിക്കാനിടയായി തീർന്നു. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് ചോദിക്കുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് തന്നെ കുറിച്ച് തിരുവെടുത്ത് പ്രവചനമുണ്ട് അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിലുള്ള പ്രവാചകൻ താനാണ് എന്ന് ആ പ്രവാചകന്മാരെയൊക്കെ തന്നിൽ തന്നെ കാണുവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? വീണ്ടും ഇന്നത്തെ ലൈവിന് മുമ്പും കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവുകളിൽ ഞങ്ങളോട് കൂടെ അത് കാണുകയും ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ധാരാളം ഷെയറുകൾ ചെയ്യുകയൊക്കെ ചെയ്തവരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. വിശേഷിച്ച് ഈ ഒരു ഉപദേശത്താൽ കുടുംബ തകർച്ച അനുഭവിക്കുന്നവരും മാനസിക ക്ലേശം അനുഭവിക്കുന്നവരും സിയോൻ കൾട്ടിന്റെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഈ ലൈവുകൾ ഒരു വലിയ ആശ്വാസമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ആളുകൾ അങ്ങോട്ട് ചെന്ന് വീഴാതിരിക്കേണ്ടതിന് ഈ ലൈവുകൾ നിങ്ങൾ ധാരാളമായി ഷെയർ ചെയ്ത് കേരളക്കരയിലെ ക്രൈസ്തവരെയും അക്രൈസ്തവരെയും സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയ നിതിൻ സഹോദരൻ ചോദിച്ച ചോദ്യം, അത് അദ്ദേഹം പ്രവാചകത്വം താൻ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഇതിങ്ങനെ അറ്റവും മുറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് പറയും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് അങ്ങോട്ട് വാഴ്ത്തി പുകഴ്ത്തി കൊണ്ടു നടക്കുന്നത്. ഇദ്ദേഹം ഇതിനിടയിൽ പല പ്രവാചകന്മാരും താനാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ പ്രധാനമായും ജോസഫ് പൊന്നാറയുടെ പ്രവാചകത്വം അവര്
തിരുവെഴുത്തിൽ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാനിത് സിയോനിലുള്ള ചിലരുമായിട്ട് ഈ വിഷയം സംബന്ധിച്ച് ഒരിക്കൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ ആവർത്തന പുസ്തകത്തിൽ ജോസഫ് പൊന്നാറ എന്ന വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് മോശ എഴുതിയിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ വേദഭാഗം തന്നെ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക സഹോദരന്മാർ മുഹമ്മദ് നബിയാണ് ഈ പറഞ്ഞ പ്രവാചകൻ എന്നും പറഞ്ഞ് അവരും അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ ഇവരാരുമല്ല പ്രവാചകൻ, ജോസഫ് പൊന്നാറയുമല്ല, മുഹമ്മദുമല്ല ആ പ്രവാചകൻ, മറിച്ച് അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തെ, വ്യക്തമായ വ്യാഖ്യാനം എന്ന് നമുക്ക് പറയാം, അതായത് പഴയ നിയമത്തിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലായി പത്രോസ്ലീഹ അത് പറയുന്നുണ്ട് തന്റെ പ്രസംഗത്തിൽ. അപ്പൊ പത്രോസ്ലീഹ പറഞ്ഞ കാര്യത്തെയും അതിക്രമിച്ചുകൊണ്ടാണ് ജോസഫ് പൊന്നാറയും ടീമും സിയോൺ ടീം ഇത് തങ്ങളുടെ ഏക പ്രവാചകനായിരിക്കുന്ന ജോസഫ് സാറിനെ പ്രവാചകനാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ് ഇവർ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ഈ സാറിനെ പഴയ നിയമ പോർഷനിൽ അവർ കുത്തിക്കടത്തി നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പൊതുജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. നിയമാവർത്തനം, ഞാനിത് വായിക്കുന്ന POC ബൈബിളിൽ നിന്നാണ്. നിയമാവർത്തനം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴത്തേക്കുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. 15 മുതൽ ഞാൻ വായിക്കുകയാണ്. അവർ കാനാൻ ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ഇസ്രായേൽ ജനം സൂക്ഷിക്കേണ്ടുന്ന കാര്യം പറഞ്ഞു വന്നിട്ടാണ് ഇത് പറയുന്നത്. അവിടെ ഇങ്ങനെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നതിന് പ്രധാന കാരണം, നിങ്ങൾ കീഴടക്കുവാൻ പോകുന്ന ജനതകൾ ജ്യോതിഷരെയും പ്രശ്നക്കാരെയും ശ്രമിച്ചിരിക്കുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. അതായത് ഭാവി അറിയുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇസ്രായേൽ ജനം ഇറങ്ങി പോകരുത് എന്നുള്ള കൽപ്പനയുടെ വിശദീകരണമായിട്ടാണ് താഴേക്കുള്ള വാക്യങ്ങൾ തരുന്നത്. അപ്പൊ അവിടെ ഒരു വാഗ്ദത്ത വചനമാണ് താഴെയുള്ളത്. ഇസ്രായേലിന് വേണ്ടിയുള്ള വാഗ്ദത്തമാണ് അവിടെയുള്ളത്. അത് ഞാൻ വായിക്കുകയാണ്. 15-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അതാണ് ആദ്യം പറയുന്നത്. അവന്റെ വാക്ക് നീ ശ്രവിക്കേണ്ടത്, അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. യഹോവ ഹോരോബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തത്, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. അവൻ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ഇതാണ് അവിടെ പറയുന്ന വാക്യങ്ങൾ. ഇവിടെ ഈ വാക്യങ്ങളിൽ ഈ സിയോനിലുള്ള ഈ സംഘം, ജോസഫ് പൊന്നാറ സാറിന്റെ ശിഷ്യന്മാരും ജോസഫ് പൊന്നാറ സാറും പറയുന്നത് ഇവിടെ ഈ 2 വാഗ്ദത്ത ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ്. 2 പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഭാഗത്തെന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ദൈവം സംസാരിക്കുന്നുണ്ട് മോശയിലൂടെ. മോശയെ കുറിച്ചുമുണ്ട്, മോശയെ കൂടാതെ യേശുവിനെ കുറിച്ചുമുണ്ട്, അതും കൂടാതെ വേറെ മൂന്നാമതൊരാളെ കുറിച്ചും ഈ ഭാഗത്ത് സംസാരിക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതും. ഒരു സാമാന്യമായ വായനയിൽ തിരുവെഴുത്തിൽ അറിവുള്ള ഒരാൾ വായിക്കുമ്പോൾ ഒരു കാരണവശാലും ഇവർ പറയുന്ന നിലയിൽ യേശുക്രിസ്തുവും മോശയും ദൈവവും അല്ലാതെ മൂന്നാമൊരു കക്ഷിനെ ഇതിനിടെ കണ്ടെത്താൻ പറ്റും. ആ മൂന്നാമതുള്ള ഒരാളെ കുറിച്ച് മോശ പറയുന്നുണ്ട്, അത് ജോസഫ് പൊന്നാറ സാർ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതെങ്ങനെയാണ് അവർ അതിനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ തന്ത്രപൂർവ്വമുള്ളൊരു കളിയാണ് ഈ ഭാഗത്ത്
വ്യാഖ്യാനപരമായി ദുർവ്യാഖ്യാനത്തിലൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അപ്പൊ ഇവിടെ നിന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ആരാണ്? അപ്പൊ അവര് പറയുന്നത് അത് മോശയുടെ സഹോദരന്മാരാണ്. അവിടെ നിന്റെ എന്ന് പറയുന്ന മോശേനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ, അത് യേശുക്രിസ്തുവാണ് എന്നും പറഞ്ഞ് 15-ാമത്തെ വാക്യത്തെ അവരങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ, 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരുടെ വ്യാഖ്യാനം ഇവിടെ ഞാൻ പറയുന്നത്, 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മോശ പറയുന്നു നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം മോശയോട് പറയുമ്പോൾ അത് മോശയുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അർത്ഥാൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നും പറഞ്ഞാണ് അവർ ആ 15-ാമത്തെ വാക്യത്തെ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് തെറ്റ് ആരോപിക്കാനില്ല, അത് ശരി തന്നെയാണ്. എന്നാൽ 18-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൽ നിന്ന് അവർ പെട്ടെന്ന് അങ്ങ് വ്യതിചലിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. ഈ അവരുടെ എന്ന് പറയുന്നത് നിന്റെ എന്ന് പറയുന്ന സംഭവമല്ല. പിടികിട്ടിയോ എന്റെ കേൾവിക്കാർക്ക്? നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശയുടെ ജനത്തിന്റെ ഇടയിൽ നിന്നാണ്. അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശ ഉൾപ്പെടുന്നില്ല, അത് മറ്റാരോ ആണ്. ഇങ്ങനെ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കാൻ എങ്ങനെ കഴിയും? ഇവിടെ ഒരു ഉപദേശം സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജോസഫ് പൊന്നാറ പ്രവാചകനാണെന്ന് പറയുവാൻ വേണ്ടി ഇവർ ഈ ബൈബിൾ വാക്യത്തെ രണ്ടായി വിഭജിച്ചതിന് ശേഷം ആ വിഭജനത്തിന് അവരെടുത്തിരിക്കുന്ന റീസണിങ് എന്ന് പറയുന്നത് നിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ എന്നും പറഞ്ഞിട്ടുണ്ട്. നിന്റെ എന്ന് പറഞ്ഞാൽ മോശയുടെ, അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെയാണ്. അവിടെ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്? അതൊന്നുമില്ല. അതാണ് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഈ ജോസഫ് പൊന്നാറ സാറ്, അവരുടെ ഇടയിൽ നിന്ന്, അതാണ് അവർ പറയുന്നത്, അവരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ മോശയോട് തന്നെ പറയുകയാണ് ദൈവം, അവരുടെ ഇടയിൽ നിന്ന്, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്. ഇത് രണ്ട് കാര്യമായിട്ടാണ് എംബറർ ഇമ്മാനുവേൽ ചർച്ച് എന്ന് അവകാശപ്പെടുന്ന എംബറർ ഇമ്മാനുവേൽ ടീം അവർ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആവർത്തന പുസ്തകത്തിന്റെ ആദ്യം മുതൽ ദൈവാത്മാവ് ആവർത്തന പുസ്തകം എഴുതി വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് സംബോധന ചെയ്തു വരുന്നതെന്ന് യാതൊരു ഐഡിയയും ഈ സിയോൻകാർക്കില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരിതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കില്ല. നമുക്കത് അറിയണമെങ്കിൽ ഈ 15-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും എന്ന് പറയുന്നത് അത് മോശയെ പേഴ്സണലി ഉദ്ദേശിച്ച് മാത്രമല്ല, വ്യക്തിപരമായി മോശയെ ഉദ്ദേശിച്ച് മാത്രമല്ലത്. കാരണം ആവർത്തന പുസ്തകത്തിന്റെ ശൈലി നമുക്ക് അറിയണമെങ്കിൽ ഇസ്രായേൽ ജനത്തെ മുഴുവനായും ഉൾക്കൊണ്ടുകൊണ്ടും നിന്റെ നിന്റെ നീ 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 എന്ന് തന്നെയാണ് തിരുവെഴുത്ത് വിളിച്ചിട്ടുള്ളത്. ഞാൻ ചില ഉദാഹരണങ്ങൾ മുൻ അധ്യായം നിങ്ങൾ കാണിച്ചു തരാം. 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് അവന്റെ നിയമം ലംഘിക്കുകയും എന്നും പറഞ്ഞാ പോണത്. ഇവിടെ ഈ നിന്റെ എന്ന് പറഞ്ഞ മോശേനെയാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? ഒരിക്കലുമല്ല. മോശ എത്ര പട്ടണത്തിൽ ചെന്നാണ് നിയമം ലംഘിക്കാൻ പോണത്? മോശ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല. മോശ അങ്ങോട്ട് പ്രവേശിക്കയില്ല എന്ന് ദൈവം മോശയോട് പറഞ്ഞതിന് ശേഷമുള്ള മോശയുടെ പ്രസംഗങ്ങളാണിത്. നിയമാവർത്തനം അങ്ങനെയാണ് വരുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിസ്കയുടെ മുകളിൽ കയറി നിന്ന് മോശ ആ ദേശം കാണാൻ നീ അങ്ങോട്ട് പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മോശ ജനത്തോട് സംസാരിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. മോശയ്ക്കും അറിയാം അവിടെ ചെല്ലുന്ന ജനം, ആ മുഴുവൻ ജനത്തെയും ദൈവം നിങ്ങളെന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ 17-ന്റെ 2 ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. 17-ന്റെ 14 ഒന്ന് വായിച്ചു നോക്കിക്കേ. 17-ന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 8-ാം വാക്യത്തിൽ നിന്റെ പട്ടണങ്ങളിൽ കുലപാതകമാകട്ടെ, വസ്തു സംബന്ധമായ വ്യവഹാരമാകട്ടെ, അടികലശങ്ങളാകട്ടെ, ഇങ്ങനെ ആവലാധികാര്യങ്ങളാകട്ടെ, വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ, നിന്റെ പട്ടണങ്ങൾ എന്ന് പറഞ്ഞ മോശയ്ക്ക് കുറെ പട്ടണങ്ങൾ അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ എന്നാണ്. ആ ജനതയെ മുഴുവനുമാണ് അത് ഉദ്ദേശിക്കുന്നത്.
ഇനി 14-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ പാർത്ത ശേഷം. മോശെ അങ്ങോട്ട് പോവുകയല്ലെന്ന് പറഞ്ഞു വെച്ചേക്കുക. അപ്പൊ അവിടെ പറയുന്നത് നിന്റെ എന്ന് അവിടെ വിളിക്കുന്നത് ആരെയാണ്? ഏത് ജനത്തെക്കുറിച്ച് അവിടെ പറയുന്നത്? ഇസ്രായേൽ എന്ന മുഴു ജനത്തെയും ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് നോക്കുക, പറഞ്ഞു വരിക 18-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛത നീ പഠിക്കരുത്. അവിടെയും ഈ നിന്റെ എന്ന് പറയുന്ന ആരെയാ? മുഴുവൻ ജനത്തെ. ഞാൻ 17-ാം അധ്യായത്തിലെയും 18-ാം അധ്യായത്തിലെയും എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആവർത്തനം മുഴുവൻ വായിച്ചോളൂ. അവിടെ മുഴുവൻ നിന്റെ എന്ന് സംബോധന ചെയ്യുന്നത് മോശ എന്ന ഏക വ്യക്തിയെ കുറിച്ചല്ല, മറിച്ച് മുഴുവൻ ഇസ്രായേലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ നീ നീക്കിക്കളവാനിരിക്കുന്ന ജാതികൾ എന്ന് പറഞ്ഞ് പറയാണ്. എന്നിട്ടാണ് താഴത്തേക്ക് പറയുന്നത് 15-ാമത്തെ വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്ന് നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പൊ അവിടെ ആ എന്നെ പോലെ ഒരു പ്രവാചകനെ എന്ന് പറയുന്നത് മാത്രമാണ്, എന്നെ എന്ന് പറയുന്ന സംബോധനയിൽ മാത്രമാണ് മോശയുള്ളൂ. ബാക്കി നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് പറയുന്നതും അത് മുഴു ജനതയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഞാൻ ഇത് ഇത്രയും വിശദീകരിച്ച് അവിടെ പറഞ്ഞതിന് കാരണം ഈ കാര്യത്തെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് താഴത്തേക്ക് വായിച്ചു നോക്കാം. നിന്റെ ദൈവമായ കർത്താവ് അഥവാ ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മോശയുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് വേണ്ടിയല്ല, ഇസ്രായേൽ ജനത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ്. അത്രയും ക്ലിയർ ആണ്. ഇനി നമുക്ക് വായിക്കാൻ താഴത്തേക്ക്. നിനക്ക് വേണ്ടി അയക്കും, അവന്റെ വാക്ക് നീ ശ്രവിക്കണമെന്ന് പറഞ്ഞാൽ മോശ ശ്രവിക്കണമെന്നല്ല, ഇസ്രായേൽ ജനത മുഴുവനും ശ്രവിക്കണമെന്ന. അതിന് കാരണം മോശയുടെ കാലത്തോ മറ്റൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. മോശയുടെ കാലഘട്ടത്തിൽ മറ്റൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അപ്പം അവരുടെ വാക്ക് നീ ശ്രവിക്കണമെന്ന് പറയുന്നത് മോശയെ കുറിച്ചല്ല, ഇസ്രായേൽ ജനതയെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതിൽ ഒരു തർക്കത്തിനും കാരണമില്ല. കാരണം മോശ ജീവിച്ചിരുന്ന സമയത്ത് മറ്റൊരു പ്രവാചകൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്നത് യോശുവയാണ്. യോശുവ പ്രവചനങ്ങൾ നടത്തിയോ? പിന്നീട് വന്നത് ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാരുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ശമൂവേല് തുടങ്ങി ദാവീദ് തുടങ്ങി ഒക്കെ വരുമ്പോഴാണ്, രാജാക്കന്മാരുടെ കാലഘട്ടം എത്തിയപ്പോഴാണ് പ്രവാചകന്മാരും പ്രവചനവും പിന്നെയും ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാലഘട്ടത്തിൽ മോശ ജീവിച്ചിരിക്കുമ്പോൾ മോശയല്ലാതെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നീ എന്ന് പറയുന്നത്, നീ അവന്റെ വാക്ക് ശ്രവിക്കണമെന്ന് പറയുന്നത് മോശ ശ്രവിക്കണമെന്നല്ല, ഇസ്രായേൽ മുഴുവനും ശ്രവിക്കേണ്ടി വരുമെന്ന്. ഇനി നമുക്ക് താഴത്തേക്ക് വായിക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് മോശ തന്റെ ഒരു അനുഭവം അവിടെ പറയാണ്. ഈ പ്രസംഗത്തിൽ ജനതയോട് പറയാണ്, കേൾവിക്കാരോട് പറയാണ്. എന്താ പറയുന്നത്? ഹോരേബിൽ സമ്മേളിച്ച ദിവസം മോശ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണിത്. ഇത് ആരുടെ വാക്കാ? മോശ ജനത്തോട് പറയാ. എങ്ങനെ പറയാണ്? നിങ്ങൾ അന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുക, ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ എന്ന് ആര് പറഞ്ഞു? മോശ പറഞ്ഞതല്ല, ഇസ്രായേലിലെ പൊതുജനമാണിത് പറഞ്ഞത്. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കരുത്, അതുകൊണ്ട് ഇനി ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുത്, ഞങ്ങൾ മരിച്ചു പോകുമല്ലോ എന്ന് ഇസ്രായേൽ ജനം ഒരുമിച്ചാ പറഞ്ഞത്. അവിടെയും നീ എന്ന പദപ്രയോഗം ഒരാളെ കുറിച്ചല്ല, ഒരു സമൂഹത്തെ കുറിച്ചാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അവിടെ ഞാൻ മരിക്കാതിരിക്കേണ്ടതിനെന്ന് പറയുന്നത് മോശ മരിക്കാതിരിക്കേണ്ടതിനല്ല, ഇസ്രായേലിനെ ഒരു സിംഗിൾ വ്യക്തിയാക്കി നിർത്തിക്കൊണ്ട് മോശ അവിടെ അവരോട് സംസാരിക്കുകയാണ്. താഴത്തേക്ക് ഇനിയും നമുക്ക് വായിക്കാം. അവരെന്താ പറഞ്ഞത്? ഈ മഹാ അഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. ഇസ്രായേൽ ജനം മുഴുവൻ കൂടി പറഞ്ഞ കാര്യമാണ്. ഹോരേബിൽ നിന്ന സമയത്ത് മോശയാണ് ആ കാര്യം ദൈവവുമായി പങ്കുവച്ചത്. ആ വസ്തുത നമ്മൾ മറക്കരുത്. ഇങ്ങനെ ഈ ജനം പറയുന്നു എന്നുള്ള കാര്യം ദൈവത്തോട് പറഞ്ഞ ഏകനാണ്.
അത് മോശയാ. അപ്പോൾ ദൈവം എന്തു പറഞ്ഞു? അപ്പോൾ ദൈവം മോശയോട് അവിടെ വെച്ച് ഹോരേബിൽ വെച്ച് പറഞ്ഞ കാര്യം മോശ വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയാണ്. ഹോരേബിൽ വെച്ച് എന്ത് പറഞ്ഞുവോ അതിനെക്കുറിച്ച് ആദ്യം 15-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം സംഭവത്തെ വിവരിച്ചുകൊണ്ട് 18-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്ന് മോശ ഈ കാര്യം ഇനി ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ട സമയത്ത് മോശ അത് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, അവരുടെ, അതായത് പാളയത്തിൽ കിടക്കുന്ന സഹോദരന്മാരുടെ, അതായത് ആ ജനതയുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ, മുന്നിൽ നിൽക്കുന്ന മോശയെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കുമെന്ന് മോശയോട് പറഞ്ഞ കാര്യമാണ്. അപ്പം 18-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യവും 15-ാമത്തെ വാക്യത്തിൽ ആ പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യം ഇസ്രായേൽ ജനത്തിലുള്ള വാഗ്ദത്തം ഒന്ന് ഇങ്ങനെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇത് രണ്ടും രണ്ട് കാര്യമല്ല, രണ്ടും ഒരേ കാര്യം 2 സമയങ്ങളിൽ, അതായത് ഏകദേശം ഒരു 38 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യവും 38-35 കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു കാര്യവും ഏകദേശം 40-ാമത്തെ കൊല്ലം ആരംഭിക്കുവാനുള്ള ഒരു സമയത്തോട് എത്തിയപ്പോൾ മോശ ആ കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയാണ്. അപ്പം ഇവിടെ എന്താണ്, മൂന്നാമതൊരു പ്രവാചകനെ, അല്ലെങ്കിൽ മോശയെ പോലെ ഒരു പ്രവാചകൻ, അത് യേശുവാണ്. അത് അവർ സമ്മതിക്കുന്നു. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവരുടെ ജനത്തിന്റെ ഇടയിൽ നിന്ന്, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകനെ എന്ന് ദൈവം പറഞ്ഞത് യേശുവിനെ കുറിച്ചല്ല, അത് ഞങ്ങളെ പൊന്നാറ സാറിനെ കുറിച്ചാണ് എന്ന് ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ, ഈ വേദഭാഗത്തെ എടുത്തു വെച്ച് അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ തികഞ്ഞ അന്ധത, തികഞ്ഞ ബൈബിൾ വ്യാഖ്യാനിച്ച് നശിപ്പിക്കുന്ന കാര്യത്തിൽ തിരുവെഴുത്തിന്റെ വാക്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർത്തിട്ടല്ലാതെ കണ്ട്, അഡൾട്ടർ ചെയ്തിട്ടല്ലാതെ കണ്ട്, മായം കലർത്തിയിട്ടല്ലാതെ കണ്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഈ വേദഭാഗത്ത് നിന്ന് പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കാൻ വന്ന ആളുകളോട് കുറെ സമയം ചോദിച്ചു, ഇവിടെ എവിടെയാണ് മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നത്? അപ്പോഴല്ല അവര് പറയുന്നത് നിന്റെ സഹോദരന്മാരെന്ന് മോളിൽ പറയുന്നു, താഴെ അവരുടെ സഹോദരന്മാരാണ്, അതുകൊണ്ട് നിന്റെ എന്ന് പറയുന്നതും അവരുടെ എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മൂന്നാമതൊരാളെ കാണുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഈ നിന്റെ 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 എന്ന് പറയുന്നത് ഇവര് മോശേനെ മാത്രമായിട്ട് ചിന്തിക്കുക. ആവർത്തന പുസ്തകത്തിന്റെ ശൈലി അത് കേവല മോശയെ കുറിച്ചല്ല, ജനതയെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിന്റെ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി അവിടെ മോശയുടെ സഹോദരന്മാരാണെങ്കിൽ പോലും, മോശയുടെ സഹോദരന്മാരെന്നുള്ള ആശയത്തിലാണെങ്കിൽ പോലും 18-ാം വാക്യം ഈ അവരുടെ സഹോദരന്മാരെന്ന് പറയുന്നത് ആരുടെ സഹോദരന്മാരാ? ഈ അവരെന്ന് പറയുന്ന മോശയുടെ സഹോദരന്മാരല്ലേ. അവരുടെ സഹോദരന്മാരെന്ന് പറയുമ്പോഴോ അത് മോശയുടെ തന്നെ ഗോത്രങ്ങളിൽ നിന്നല്ലേ വരുള്ളൂ, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നല്ലേ വരുള്ളൂ. ജോസഫ് പൊന്നാറ സാർ എങ്ങനെയാ ഇസ്രായേൽ ഗോത്രത്തിന്റെ അവകാശിയാകുന്നത്? അപ്പം ഇസ്രായേലിന് വെച്ചിരിക്കുന്ന വാഗ്ദത്തം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റി കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്തത്തിന്റെ പങ്കുപറ്റി ആ കുപ്പായം എടുത്ത് ജോസഫ് പൊന്നാറ എന്ന് പറഞ്ഞ വെറും മനുഷ്യനെ ഉടുപ്പിച്ചിട്ട് അദ്ദേഹത്തെ പ്രവാചകനായി ചിത്രീകരിച്ചാൽ അത് അംഗീകരിക്കുവാൻ തിരുവെഴുത്തറിയാവുന്ന ആളുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പം നിതിൻ എന്നോട് ചോദിച്ചത് ഇവരെങ്ങനെയാണ് ജോസഫ് പൊന്നാറ എന്ന പ്രവാചകനെ തിരുവെഴുത്തിൽ കണ്ടെത്തിയെന്ന. ഇങ്ങനെ അവര് കണ്ടെത്തിയത് ഒരു കള്ളവ്യാഖ്യാനം നടത്തിയപ്പോഴാണ് ഉണ്ടായി വന്നത്, അല്ലാതെ ഇതിനൊരു ന്യായവും ഞാനിവിടെ കാണുന്നില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എന്നെ കേൾക്കുന്ന ആർക്കും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ എവിടെയാണ് മൂന്നാമതൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നത്? യേശുവും മോശയും അല്ലാതെ കണ്ട് മൂന്നാമതൊരു പ്രവാചകനെ കുറിച്ച് ഇവിടെ എവിടെയാണ് പറയുന്നത്? ഇതിലും എത്രയോ ഭേദമാണ് ഇസ്ലാമിക ദാവാക്കാർ പറയുന്നത്. ആ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഹമ്മദിനെ കുറിച്ചാണ് അവർ പറയുമ്പോൾ നമുക്ക് പിന്നെയും അത് സമ്മതിച്ചു കൊടുക്കാം. എങ്ങനെയെങ്കിലും നമുക്കത് ഇവരുടെ അറിവില്ലായ്മയാണല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് വിട്ടുകളയാന്ന് വിചാരിക്കാം. പക്ഷെ ഇതോ അവരെയും കടത്തിപറ്റി. ഇത് രണ്ടും തെറ്റാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കുകയാണ്, ജോസഫ് പൊന്നാറ സാറ് പഠിപ്പിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മതങ്ങളിലെയും
കൾട്ടുകളെയും വ്യാഖ്യാനങ്ങളെയും യഹോവ സാക്ഷിയുടെ കുറച്ചെടുത്തു, മോർമോണിന്റെ കുറച്ചെടുത്തു, ഇസ്ലാമിന്റെ കുറച്ചെടുത്തു. ഇങ്ങനെ എല്ലാ ആളുകളെയും, പിന്നെ തമിഴ്നാട്ടിൽ എങ്ങാണ്ടുള്ള ഏതോ കൾട്ടുകളുടെ കുറച്ച് പെറുക്കിക്കൊണ്ട് വന്നു. ഇതുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ പാവനമായി സൂക്ഷിച്ച കുറെ കാര്യങ്ങൾ എടുത്ത് അതിനെ വികലമാക്കി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെ എടുത്തിട്ടാണ് ഇദ്ദേഹം ഈ ഉപദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടത്തിൽ ബൈബിളിനെ വക്രിക്കുകയും ചെയ്തു, കോട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം ബൈബിളിലുള്ള പ്രവാചകനായി പുറത്തു വരുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരിക്കലും പ്രവാചകനായി വെളിയിൽ വരാൻ തിരുവെടുത്ത് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ എങ്ങും നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ഞാൻ കണ്ടിട്ടില്ല. ഇതങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് നിങ്ങളൊന്ന് സ്ഥാപിച്ചു കാണിക്കും. ഈ അവര് എന്റെ നിന്റെ അവരുടെ സഹോദരൻ നിന്റെ സഹോദരൻ എന്ന വാക്ക് വെച്ചിട്ടാണോ സ്ഥാപിക്കാൻ പോകുന്നത്? അത് രണ്ട് മോശയുടെ സഹോദരന്മാരല്ലേ? അതിനപ്പുറം വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് ദുർവ്യാഖ്യാനമായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഞാൻ ഈ കൂടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇവര് പറയുന്നത്, ഇവരുടെ ചിന്ത ഇവനേതാണ്ട് തലയ്ക്ക് വട്ട് കയറിയിട്ടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ബൈബിൾ പഠിക്കുന്നതിന് കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ട്. അതില്ലാതെ കണ്ട് ഓരോ വാക്യം എടുത്തും തങ്ങൾക്ക് തോന്നുന്ന പോലെ വളച്ചൊടിച്ചിട്ട് അറ്റവും മുറിയും ഇല്ലാതെ കണ്ട് ഉപദേശം സ്ഥാപിച്ചു വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ലാണ്ട് പോകും. അതാണ് കുഴപ്പം. അപ്പോ ഇതിന് ഞാൻ അല്പം ദീർഘമാക്കി പറഞ്ഞു, എങ്കിലും കേൾവിക്കാർക്ക് വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇവര് ബൈബിളിൽ കണ്ടെത്തിയത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അതെ. അപ്പം അദ്ദേഹം പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകനാണെന്ന് ഇതില് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, പല കാലഘട്ടങ്ങളിൽ അദ്ദേഹം പല പ്രവാചക വേഷങ്ങൾ അദ്ദേഹം കെട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇതൊക്കെ ഓരോ ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അവർക്ക് തോന്നും അതാണ് ഞങ്ങളുടെ ജോസഫ് പൊന്നാറ സാറ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും. ഒരു പക്ഷേ ബ്രദർ പറഞ്ഞ കണക്ക് പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് പോയി ചാടിയതെന്ന് മനസ്സിലായി. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധ ഇമോഷനാണ്. അല്ലാതെ കണ്ട് ഇതിനൊന്നും കൃത്യമായൊരു ബൈബിൾ പഠനത്തിന്റെയോ വ്യാഖ്യാനത്തിന്റെയോ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതൊന്നും പെടുന്നില്ല. ഇപ്പം ജോസഫ് പൊന്നാർ സാർ ഒരു ശനിയാഴ്ച വന്നിട്ട് പ്രസംഗിക്കുകയാണെന്ന് കരുതുക ഒരു വേദഭാഗത്ത് നിന്ന്. അദ്ദേഹം അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി അത് താനാണെന്നങ്ങ് കേൾവിക്കാർക്ക് തോന്നുന്നതല്ലേ പറഞ്ഞു വയ്ക്കും. അപ്പൊ തന്നെ ഇവിടെയുള്ളവര് ഹല്ലേലൂയയും അതും ഇതും പറഞ്ഞ് അപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് അപ്പൊ തന്നെ ജോസഫ് സാറിനെ അങ്ങ് ആക്കുകയാണത്. ഇവര് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണത്. അങ്ങനെ സംഭവിച്ചത് ഒരു പരിപാടിയാണ്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു കാര്യമില്ല. പറയുന്നതല്ലോ അത് അങ്ങനെ വിശ്വസിക്കുക. അതെ. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ. പിതാവിന്റെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാവുകയാണ്. ആരാണ് പിതാവിന്റെ നാമത്തിൽ പ്രവചനങ്ങൾ അരുളി ചെയ്തത്? അത് മോശയെ പോലെയുള്ള പ്രവാചകനാണ്. എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. അതുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ, പ്രിയമുള്ളവരെ, ഒരു പ്രവാചകനും പിതാവിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന്. എന്നാൽ ദൈവപുത്രൻ യേശു ക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നെങ്കിലും പിതാവിന്റെ നാമം ലോകത്തിന് വെളിപ്പെടുത്തിയില്ല. പിതാവിന്റെ നാമം വെളിപ്പെടുത്താൻ ഇമ്മാനുവേൽ തെരഞ്ഞെടുത്തവനാണ് അവിടുത്തെ ദാസൻ. ആമേൻ. അതുകൊണ്ട് അവിടുത്തെ പ്രിയദാസനിലൂടെ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ മാത്രം നിറവേറുന്ന കാലമാണ് ഈ 2020. ആമേൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പില് പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത് അവരുടെ തന്നെ ഏതോ ഒരു വ്യക്തിയാണ്, അകത്തുള്ള ഏതോ ഒരു വ്യക്തി അത് അവിടെ പ്രസംഗിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ്. ബ്രദർ ആരാണെന്ന് അറിയാമോ? എന്തെങ്കിലും എനിക്ക് ആ വോയിസ് ആരുടെയാന്ന് അറിയില്ല. പക്ഷെ അത് ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ അത് വീഡിയോ ആക്കിയിരിക്കുന്നതാണ്. വോയിസ് ക്ലിപ്പാണത്. വോയിസ് നമ്മുടെ കയ്യിൽ ഫുൾ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ക്ലിപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനും ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടില്ല. യേശു ക്രിസ്തു പോലും ദൈവത്തിന്റെ നാമത്തെ വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പ്രവാചകനായ ജോസഫ് പൊന്നറയ്ക്കാണ് ആ നാമം വെളിപ്പെട്ട് കിട്ടിയത്.
ഇമ്മാനുവേൽ എന്ന പേര് വെളിപ്പെടുത്തി കിട്ടിയ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2020 അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനയാണ് ആ ഒരു ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ ബ്രദർ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ജോസഫ് പൊന്നാറ മാത്രമാണോ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച പ്രവാചകൻ? കാരണം അങ്ങനെയാണല്ലോ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോസഫ് പൊന്നാറ മാത്രമാണോ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച പ്രവാചകൻ? ഇവരുടെ ഈ അവകാശവാദത്തെ ബ്രദർ എങ്ങനെ നോക്കിയാണ്? ഇവരുടെ ഈ അവകാശവാദം കേവലം അവരുടെ മാത്രം അവകാശവാദമായിട്ടിരിക്കുന്നതാണ്. ലോകത്തിൽ ഈ മുരിയാട്, എംബർ ഇമ്മാനുവേൽ, സിയോൻ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളല്ലാതെ കണ്ട് ഒരൊറ്റ മനുഷ്യൻ ക്രൈസ്തവ ഗോളത്തിലുള്ളവര് ഇവരുടെ ഈ അവകാശവാദം സമ്മതിക്കില്ല. അതുമാത്രമല്ല, യഹൂദന്മാരും ഇത് അംഗീകരിക്കില്ല. അതുമാത്രമോ, ഇസ്ലാമുകളും ഇത് അംഗീകരിക്കില്ല. എന്തെങ്കിലും ബിബ്ലിക്കൽ പശ്ചാത്തലമുള്ള ഒരു മനുഷ്യനും ഇവരുടെ ഈ അവകാശവാദം അംഗീകരിക്കുന്നുമില്ല. വെറും പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുവാൻ ഇവർക്ക് പ്രയാസം. പബ്ലിക്കായിട്ട് ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കാൻ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പബ്ലിക്കായിട്ട് ഗ്രൂപ്പിൽ വന്ന് പഠിപ്പിക്കൂ, ഞങ്ങൾ കേൾക്കട്ടെ എന്ന്. അവർക്ക് അതിന് സാധിക്കാത്തതിന്റെ കാരണം, ഇത്തരം വികലമായ ചിന്താഗതികൾ വെച്ച് പുലർത്തിയാൽ ഇതെങ്ങനെ പബ്ലിക്കായിട്ട് പഠിപ്പിക്കും? ഇവര് ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു വോയിസ് ആണത്. ഈ ഇദ്ദേഹം മാത്രമാണ് ദൈവത്തിന്റെ നാമത്തിൽ, പിതാവിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ. ഞാനിങ്ങനെ പറയട്ടെ, ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ എന്നല്ല പറയേണ്ടത്. പറയേണ്ടത് ഇങ്ങനെയാണ്, ഇദ്ദേഹം മാത്രമാണ് സിയോൻകാരുടെ ഏക പ്രവാചകൻ എന്ന് പറഞ്ഞോ, അതാണ് ശരി. എംബർ ഇമ്മാനുവേൽ മുരിയാടുകാരുടെ ഏക പ്രവാചകനാണ് ഇദ്ദേഹം. മുന്നിലും പ്രവാചകന്മാരില്ല, പിന്നിലും പ്രവാചകന്മാരില്ല. മുന്നിലെ ബിബ്ലിക്കൽ പ്രവാചകന്മാർ, പഴയ നിയമ കാനൂനിക പ്രവാചകന്മാരും പുതിയ നിയമ പ്രവാചകന്മാരുമായിട്ട് ഇവർക്ക് ബന്ധമില്ലല്ലോ. അത് മുഴുവൻ കോൺട്രഡിക്ട് ചെയ്ത് കളഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇവരുടെ ഏക പ്രവാചകനും ഇവരുടെ ഏക ആരാധനാപാത്രവും ഒക്കെ ആയിട്ട് കരുതുന്ന, അതായത് മനുഷ്യനെങ്കിലും വളരെ വലിയ ഒരു മഹനീയമായ സ്ഥാനം കരുതി ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അവര്. അപ്പൊ ആ സ്ഥാനത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തെ അവരുടെ മാത്രം പ്രവാചകൻ എന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇനി അതിന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ ദൈവനാമത്തിൽ ജോസഫ് പൊന്നാറ സാർ അല്ലാതെ മറ്റാരും പ്രവചിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇതിനെ ചങ്കൂറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെ പറയേണ്ടത് വിവരക്കേട് എന്നാണ്. വിവരക്കേട്, തികഞ്ഞ അജ്ഞത എന്നല്ലാതെ മറ്റൊരു വാക്ക് ഇതിന് പറയാൻ നമുക്കില്ല. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇവര് പറയണം, പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും പ്രവചിച്ചത് ആരുടെ നാമത്തിലാണ്? ദൈവപിതാവിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ ജോസഫ് പൊന്നാറയാണ് എങ്കിൽ, ഈ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും പ്രവചിച്ചത് ആരുടെ നാമത്തിലാണ്? ഇനി ഈ പഴയ നിയമ പ്രവാചകന്മാർ ആരെങ്കിലും മറ്റാരുടെയെങ്കിലും നാമത്തിൽ പ്രവചിച്ചിരുന്നു? ഇനിയിപ്പോ ഇവര് തർക്കത്തിന് വേണ്ടി പറയുകയാണ്, അവരാരും പിതാവിന്റെ നാമത്തിലല്ല പ്രവചിച്ചത്, അവരെല്ലാം മറ്റു നാമങ്ങളിലാണ് പ്രവചിച്ചത്, വേറെ എന്തെങ്കിലും നാമത്തിലാണ് പ്രവചിച്ചത്, യഹോവയുടെ നാമത്തിലാണ് അവർ പ്രവചിച്ചത്, ദൈവത്തിന്റെ നാമത്തിലാണ് പ്രവചിച്ചത്, ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് പ്രവചിച്ചത്, പക്ഷെ പിതാവിന്റെ നാമത്തിൽ അവരാരും പ്രവചിച്ചിട്ടില്ല എന്ന ഇവരുടെ പഠിപ്പിക്കൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം, ഈ നമ്മൾ വായിച്ച ആവർത്തന പുസ്തകത്തിലേക്ക് തന്നെ, ആ വേദഭാഗത്തേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു വരാം. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 18-ാം അധ്യായത്തിലേക്ക് തന്നെ. 18-ാം അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, ഈ പ്രവാചകന്മാരൊക്കെ ആരുടെ നാമത്തിലാണ് പ്രവചിക്കേണ്ടതെന്ന്. അതിന്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു. 20-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകനെ വധിക്കണം. അതായത് പഴയ നിയമത്തിൽ നിയമാവർത്തനം നൽകുമ്പോൾ, ന്യായപ്രമാണം നൽകി അതിന്റെ അവസാന ഭാഗത്തേക്ക്, ആവർത്തന പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോശയിലൂടെ പറയുകയാണ്, ഏതെങ്കിലും ഒരു പ്രവാചകൻ ജനത്തിനിടയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ കൽപ്പിക്കാത്ത വല്ല കാര്യവും പറഞ്ഞാലും, പിന്നെ എന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കാത്ത കാര്യം പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ കൊല്ലപ്പെടണം. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാരാരും ദൈവപിതാവിന്റെ നാമത്തിലല്ല പ്രവചിച്ചതെങ്കിൽ
അവർ അന്യദേവന്മാരുടെ നാമത്തിലാണോ പ്രവചിച്ചത്? അങ്ങനെയെങ്കിൽ അവരെ എല്ലാവരെയും കൊല്ലണ്ടേ? അപ്പൊ തർക്കത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് തന്നെ ഭൂമിയിൽ പറഞ്ഞു, നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരും അവരുടെ കല്ലറകളെ പണിതവരുമാണ്. അപ്പൊ ഇസ്രായേലിൽ വന്ന പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്ന ഒരു പാരമ്പര്യം യഹൂദ ജനതയ്ക്കുണ്ട്. അപ്പൊ കല്ലെറിഞ്ഞു കൊന്നത് അവർ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിക്കാത്തത് കൊണ്ടാണോ എന്നാണോ നിങ്ങൾ പറയുന്നത്? പിതാവിന്റെ നാമത്തിൽ പ്രവചിക്കാത്തത് കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരാരും ദൈവപിതാവിന്റെ നാമത്തിലല്ല പ്രവചിച്ചതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പഴയ നിയമ പ്രവാചക പുസ്തകങ്ങൾ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? അവര് പ്രവചിച്ചത് ആ നാമത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ കണ്ടാണ് എങ്കിൽ, ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏതെങ്കിലും പ്രവാചകൻ അന്യദേവന്റെ നാമത്തിൽ പ്രവചിക്കുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്താൽ പോലും അവനിൽ വിശ്വസിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പം ജനത്തിനിടയിൽ ഒരു പ്രവാചകൻ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രവാചകൻ പ്രവചിക്കേണ്ടിയിരുന്നത് ഈ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തുവാൻ കഴിഞ്ഞതിന് ഒരു കാരണം കൂടിയുണ്ട്. പത്രോസ്ലീഹ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, ആ വാക്യങ്ങളില് ഈ മോശ പറഞ്ഞ ജനത്തിനിടയിൽ നിന്നുള്ള സഹോദരന്മാരുടെ ഇടയിൽ നിന്നുള്ള എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ എന്ന് വിളിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണെന്ന് പത്രോസ്ലീഹ അവിടെ സ്ഥാപിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ സ്ഥാപിച്ച് പറഞ്ഞു വരുമ്പോൾ POC ബൈബിള് വിവർത്തനത്തിൽ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഒരു വാക്ക് അവിടെ മിസ്സായിട്ടുണ്ട്. ആ വാക്ക് മിസ്സായതിനെ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇവര് അത് ജോസഫ് പൊന്നാറയാണ് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പ്രവചിച്ചത് ദൈവപിതാവിന്റെ നാമത്തിലാണെന്നും ആ പ്രവാചകൻ ഞാനാണെന്നും ഒക്കെ ഇവരെ പഠിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുന്നത് ഈ പത്രോസ്ലീഹ പറഞ്ഞ വേദഭാഗത്തെയും കൂടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം. പ്രവർത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ ഉള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. 22 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ 22 മുതൽ ഇങ്ങനെ വായിക്കുന്നത്: മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിനിടയിൽ നിന്ന് പൂർണ്ണമായി ഛേദിക്കപ്പെടും. സിയോൻകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നമ്മളാരും ഈ ജോസഫ് പൊന്നാറ സാറ് പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് നമ്മളെല്ലാം തട്ടിപ്പോകുമെന്ന് പറഞ്ഞ് അവർ നടക്കുന്നത്. ഇനി താഴത്തേക്ക് വായിക്കാം. ശാമുവേലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാം, എന്താ ഞാനിത് വായിച്ചതിന് കാരണം എന്താണെന്നറിയാമോ? മോശയുടെ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നില്ല. പിന്നീട് പ്രവാചക കാലഘട്ടം ആരംഭിക്കുന്നത് ശാമുവേൽ തുടങ്ങിയിട്ടാണ്. പഴയ നിയമ പ്രവാചക കാലഘട്ടം ആരംഭിക്കുന്നത് പിന്നീടുള്ള. അപ്പൊ അവിടെ പറയാണ്, ശാമുവേൽ തുടങ്ങിയുള്ള പ്രവാചകന്മാർ അവരെല്ലാവരും ഈ ദിവസങ്ങളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് ദിവസങ്ങളെ പറ്റി? പത്രോസ് ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച്, ആ സമയത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്: നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. ആര്? ഈ കേൾവിക്കാരായ യഹൂദന്മാർ. അവിടുന്ന് അബ്രഹാമിനോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതരാകും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം. പിന്നീട് ആ വാഗ്ദത്തം 15-ാം അധ്യായത്തിൽ വീണ്ടും പുതുക്കി കൊടുക്കുന്നു. പിന്നീട് അത് ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും അത് പുതുക്കി കൊടുക്കുന്നു, ഉറപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ വാഗ്ദത്തം, അബ്രഹാമിനോട് കൊടുത്ത ഈ വാഗ്ദത്തം തന്റെ കുടുംബം മുഖാന്തരം നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കുമാകും. 26-ാമത്തെ വാക്യം: ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അത്. ഈ 26-ാമത്തെ വാക്യം വെച്ചിട്ട് ഈ ജോസഫ് പൊന്നാറയുടെ ശിഷ്യന്മാർ പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ജോസഫ് പൊന്നാറ സാറിനെ കണ്ടോ, ഈ പറഞ്ഞ ജനത്തിനിടയിൽ നിന്ന്, സഹോദരന്മാരുടെ ഇടയിൽ നിന്നുള്ള ഈ പ്രവാചകനായ ജോസഫ് പൊന്നാറ സാറിനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം ഇപ്പോൾ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. കണ്ടോ, ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ചു. ഈ ഉയർപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞവർ കാത്തിരുന്നു കുറച്ചു കാലം.
ഇപ്പം ജോസഫ് പൊന്നാറ സാർ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിചാരിച്ചു, പിന്നെ നടക്കാണ്ട് പോയി. ശരിക്കും ഇവിടെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് തന്നെയാണ്. ഈ ഉയർപ്പിച്ചത് ആരെയാണെന്നുള്ള കാര്യം പീവോസ് ബൈബിളിൽ വന്നപ്പം ആ വാക്ക് അവിടുന്ന് മിസ്സായി. ഞാൻ അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് മറ്റ് ഏത് വിവർത്തനവും എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും അത് ജോസഫ് പൊന്നാറ അല്ല. കൃത്യമായിട്ട് തിരുവെടുത്ത് പറയുന്നുണ്ട്, ജനത്തിനിടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ജനത്തിനിടയിലേക്ക് നൽകിയത് ആരെയാണെന്ന്. ദാസനെ എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ഉയർപ്പിച്ച് നൽകിയിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ അടുക്കിലേക്ക് നിയോഗിച്ചു, സിയോൻകാരുടെ ഇടയിലേക്ക് നിയോഗിച്ചെന്ന് അവർ പഠിപ്പിക്കുന്നത്. ഇത് സിയോൻകാരുടെ അടുക്കിലേക്ക് നിയോഗിച്ച കാര്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഞാൻ സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് ഇപ്പോൾ വായിക്കുന്നത്. ആ വാക്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായി യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവന്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ഇവിടെ ഉയർപ്പിച്ചു എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചല്ല. ഹി റൈസ്ഡ് ഹിം, അവനെ എഴുന്നേൽപ്പിച്ചു, ജനത്തിനിടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ പൊക്കി നിർത്തി, അവനെ ഉയർത്തി നിർത്തി, ജനത്തിനിടയിൽ അവനെ കാണുമാറാക്കി, ജനത്തിനിടയിൽ അവനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുമാറാക്കി എന്നുള്ള ആശയത്തിലാണ് അവിടെ പറയുന്നത്. ജനത്തിനിടയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ആരെയാ? യേശുവിനെ എന്നവിടെ കൃത്യമായിട്ടുണ്ട്. ഇത് ഗ്രീക്കിലും അങ്ങനെയാണ്, ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലെല്ലാം അങ്ങനെയാണ്. പക്ഷെ എങ്ങനെയോ ഈ പീവോസ് ബൈബിളിലെ വിവർത്തനത്തിൽ അത് ആ എഴുന്നേൽപ്പിച്ചു എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നുള്ളൊരു ധാരണയിൽ വിവർത്തകർ അങ്ങനെ വിവർത്തനം ചെയ്തു. അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോസഫ് പൊന്നാറയുടെ ശിഷ്യന്മാർക്കും ജോസഫ് പൊന്നാറയുടെ ആളുകൾക്കും ജോസഫ് പൊന്നാറയെ ആ പ്രവാചകനായി തള്ളിക്കയറ്റാൻ ഒരു അവസരമുണ്ട്. എവിടെ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി ഇവിടെ യേശു എന്ന വാക്ക് ആ 26-ാം വാക്യത്തിൽ നിന്ന് മിസ്സായപ്പോൾ, ഏത് പീവോസി ബൈബിളിൽ മിസ്സായത് കൊണ്ട് അവർക്ക് സാധിച്ചു. എന്റെ പ്രിയ സഹോദരന്മാരെ, ഇദ്ദേഹം മാത്രമാണ് ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പ്രവാചകനായിട്ട് അദ്ദേഹത്തെ കരുതുകയാണെങ്കിൽ, തിരുവെഴുത്തിലൊന്നും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നുമില്ല. ഇദ്ദേഹം മാത്രമാണ് ദൈവപിതാവിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. പഴയ നിയമ പ്രവാചകന്മാർ ആരുടെ നാമത്തിൽ പ്രവചിച്ചു? പഴയ നിയമ പ്രവാചകന്മാർ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെട്ടത് അന്യദേവന്മാരുടെ നാമത്തിൽ പ്രവചിച്ചത് കൊണ്ടാണോ? ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനമുണ്ട്, അതും കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ പറയാണ്. ഇവര് പറയുന്നത് യേശു എന്നാണ് പിതാവിന്റെ നാമം. അപ്പോ ഈ ജോസഫ് പൊന്നാറ മാത്രമാണ് പിതാവിന്റെ നാമത്തിൽ പ്രവചിച്ചതെങ്കിൽ, 1-ാം നൂറ്റാണ്ട് മുതൽ ജീവിച്ചിരുന്ന അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ ആരുടെ നാമത്തിലാണ് പ്രവചിച്ചതെന്ന് കൂടെ നിങ്ങൾ പറയണം. യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന് ശേഷം അപ്പോസ്തലിക കാലഘട്ടത്തിൽ തിരുവെഴുത്ത് പൂർണ്ണമാക്കപ്പെടുന്നതിന് മുൻപ് സഭകളിൽ പ്രവാചക ശുശ്രൂഷ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കൊരിന്ത് ലേഖനമൊക്കെ വായിക്കണം, അപ്പൊ മനസ്സിലാകും പ്രവാചക ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പ്രവാചക ശുശ്രൂഷ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവരൊക്കെ ആരുടെ നാമത്തിലാണ് പ്രവചിച്ചത്? ദൈവപിതാവിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ ജോസഫ് പൊന്നാറയാണെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമ പ്രവാചകന്മാരും കള്ളന്മാരാ? അവർ അന്യദേവന്മാരുടെ നാമത്തിൽ പ്രവചിച്ചവരാ? എന്തായി പറയുന്നത്? അപ്പൊ എന്റെ പ്രിയ നിതിൻ സഹോദര, പൊന്നാറ മാത്രമാണ്, ജോസഫ് പൊന്നാർ മാത്രമാണ് ദൈവപിതാവിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്ന് അവരുടെ കൂടാരത്തിനുള്ളിൽ മാത്രം പറയാം. പുറത്തൊന്നും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഈ അംഗീകാരം ലഭിക്കയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രഹസ്യത്തിൽ പഠിപ്പിക്കുന്നത്, ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ഓതി കൊടുക്കുന്നത്. പബ്ലിക്കായിട്ട് ഈ കാര്യം പ്രസംഗിച്ച് പൊതുജനത്തിന്റെ മുന്നിൽ അംഗീകരിപ്പിക്കാൻ പറ്റില്ല. ആളുകളെ വഞ്ചിക്കുകയല്ലാതെ കണ്ട് പബ്ലിക്കായിട്ട് പഠിപ്പിച്ച് ഈ കാര്യം സ്ഥാപിക്കാൻ ഇവർക്ക് സാധ്യമല്ല. അത് ഉറപ്പാ കാര്യം. അപ്പോ ഈ പൊന്നാറ മാത്രമാണോ ദൈവനാമത്തിൽ പ്രവചിച്ചതെന്ന് ചോദിച്ചാൽ, പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമ പ്രവാചകന്മാരും ആരുടെ നാമത്തിൽ പ്രവചിച്ചു എന്ന് നിങ്ങൾ പറയണം. അപ്പൊ അത്രയും പറഞ്ഞ് ഞാൻ അതിന് തൽക്കാലം വിടുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം കൂടെ വിശദീകരണം നമുക്ക് നോക്കാം. അതെ, അപ്പം പിതാവിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ ജോസഫ് പൊന്നാറയാണെന്നുള്ള വാദം ഇതോടെ തകർന്നു. ഇനി അവർക്ക് അങ്ങനെ അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പിന്നെ അവർ ഏത് നാമത്തിലാണ് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചത്? അല്ലെങ്കിൽ തന്നെ ബ്രദർ ഒരു വാക്യം പറഞ്ഞു, അതായത് ദൈവത്തിന്റെ നാമത്തിൽ അല്ലാതെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെയൊക്കെ എന്താ കല്ലെറിഞ്ഞല്ല എന്ന് പറഞ്ഞേക്കുന്നത്. അതെ, അപ്പം അവരുടെ ആ വാദം ഇതോടെ തകർന്നു എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വ്യക്തമായി. ഇനി അങ്ങനെ ഒരു വാദവുമായിട്ട് അവർക്ക് ഈ പൊതുരംഗത്ത് വരാൻ കഴിയത്തില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ അവർ പറയണം, ജോസഫ് പൊന്നാറ അല്ലാതെ പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാരൊക്കെ ഏത് നാമത്തിലാണ് പ്രവചിച്ചത് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം അവർ വേണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ, അവര് തിരുവചനാടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വരട്ടെ ജോസഫ് പൊന്നാറ ഏത് നാമത്തിലാണ് പ്രവചിച്ചത്. ഓക്കെ, അപ്പം ബ്രദറിനിടയ്ക്ക് അതിനോട് ചേർത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. മോശയോട് നിന്റെ സഹോദരന്മാരുടെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശയോട് പറഞ്ഞത് പിതാവ് തന്നെയാണോ? എന്നിട്ട് അവിടെ പറയാണ് അവന്റെ വായിൽ എന്റെ വചനം ഞാൻ കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നീട് വന്ന പ്രവാചകന്മാരുടെ ഒക്കെ വായിൽ വേറെ വല്ലവരുമാണോ കൊടുത്തത്? അപ്പൊ അതാണ് പ്രശ്നം. അപ്പം ഈ നാമം എന്ന് പറഞ്ഞിട്ട് ഈ നാമത്തെ പിടിച്ച് ബബിൾഗം വലിച്ചു നീട്ടുന്ന പോലെ വലിച്ചു നീട്ടി അത് വേറൊരു ഭിത്തിയെ കൊണ്ട് ഒട്ടിക്കാന്നുള്ള ധാരണയാണെങ്കിൽ തിരുവെഴുത്ത് അതിന് അനുവദിക്കുന്നില്ല. ഇത് വളരെ സ്ട്രിക്റ്റ് ആണ്, ടൈറ്റ് ആണ്. നിങ്ങൾ അതിനെ ആ തിരുവെഴുത്തിന്റെ ഭാഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അപ്പൊ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ബ്രദറിന്റെ ഇടയ്ക്ക് പറയാനായിട്ടിടയായിരുന്നു, പിതാവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അവർ യേശു എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാനായിട്ടിടയായിരുന്നു. അങ്ങനെ പിതാവിന്റെ നാമം യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രവചിക്കുന്നതെങ്കിൽ, ഇദ്ദേഹം പ്രവചിച്ചിരുന്നത് എങ്കിൽ, ഈ ഏക പ്രവാചകൻ ഈ ജോസഫ് പൊന്നാറ, അതായത് ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച ഏക പ്രവാചകൻ ജോസഫ് പൊന്നാറയാണെന്ന് ഉള്ള ഇവരുടെ അവകാശവാദം എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അത് എത്രത്തോളം അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായമുണ്ട്? കാരണം അവർ പറയുന്നത് ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച പ്രവാചകൻ ജോസഫ് പൊന്നാറ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ നാമം എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് യേശു എന്നാണ്. അപ്പോൾ ഇതിനെ എത്രത്തോളം എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നോക്കുന്നത്? ഈ പിതാവിന്റെ നാമം യേശുവെന്നാണ് എന്ന് ജനത്തിന് എന്തോ ഭയങ്കര മർമ്മം പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ് ഇവരതിന് ആധാരമായ വാക്യം എടുക്കുന്നത്. 17-ാം അധ്യായത്തിന് 11ഉം 12ഉം വാക്യങ്ങളിൽ നിന്നാണ് ഇവരത് പഠിപ്പിക്കുന്നത്. ഈ പിതാവിന്റെ നാമം യേശുവെന്നാണ് എന്നും പറഞ്ഞ് ഇവർ കട്ടായം വട്ടം പിടിക്കുക, കഠിന പിടുത്തമാണ് പിടിക്കുന്നത്. ഇടത്തേക്ക് വലത്തേക്ക് വിടില്ല, ഞണ്ട് ചൂണ്ട പിടിച്ച പോലെ പിടിച്ചേക്കാണ്. വേറൊരു കാര്യം ഇവർ അംഗീകരിച്ച് തരത്തുമില്ല. ബാക്കി നമ്മൾ ലോകത്തിലുള്ള സകല ക്രൈസ്തവരും മണ്ടന്മാര്, ഇവര് മാത്രം ഒരു അസാമാന്യമായ ജ്ഞാനം ലഭിച്ച ആളുകൾ. അങ്ങനെയാണ് ജോസഫ് പൊന്നാറ ഇവരെ പൊക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പരിപാടിയും കഴിഞ്ഞ് പോയത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പിതാവിന്റെ നാമം യേശുവെന്നാണെന്ന് പറയുന്നത് കൊണ്ട് തിരുവെഴുത്തിൻ പ്രകാരം അതിനൊരു സത്യത അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. തിരുവെഴുത്തുകളിൻ പ്രകാരം അതിനെ അംഗീകരിക്കേണ്ടുന്ന ആവശ്യം ഒരു ക്രൈസ്തവനില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതിന് കാരണം ഞാൻ പറയാം. അതിന്റെ കാരണമാണ് ഞാൻ വ്യക്തമാക്കാൻ പോകുന്നത്. ഈ ജോസഫ് പൊന്നാറ എന്ന ഈ വ്യക്തി, ഈ സാറാണ് പിതാവിന്റെ നാമം യേശു ആണെന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ മഹാൻ. ഇതിനു മുൻപ് വേറെ ഒരു മനുഷ്യനും കണ്ടുപിടിച്ച് പറഞ്ഞില്ല. അവർക്ക് ആർക്കും ഇങ്ങനെ തോന്നിയില്ല. ഈ ബൈബിൾ എത്രയോ നൂറ്റാണ്ടുകൾ വായിച്ചു, വേദപണ്ഡിതർ, ക്രിട്ടിക്സ് വായിച്ചു, അതുപോലെ കൺസർവേറ്റീവ്സ് വായിച്ചു, ഓർത്തഡോക്സ് തിയോളജി പിന്തുടരുന്ന അവര് വായിച്ചു. ഇനി ഇതൊന്നും അറിയാൻ മേലാത്ത വെറും സാധാരണ ഡിവോഷണൽ മെന്റാലിറ്റി വായിക്കുന്ന ആളുകൾ വായിച്ചു. ഇവരാരും വായിച്ചിട്ട് അവർക്ക് ആർക്കും തോന്നിയില്ല പിതാവിന്റെ നാമം യേശു എന്നാണെന്നുള്ള കാര്യം. ഈ ജോസഫ് പൊന്നാറയാണ് അത് ലോകത്തിന് വെളിപ്പെടുത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ, വേറെ ആർക്കും തോന്നിയില്ല. കാരണം വേറെ ആർക്കും തോന്നാത്ത അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നു. ആ കൃത്യതയുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് സാധ്യമാകുമായിരുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ അറിവിന്റെ നിറവ് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാതിരുന്നത്. ഇതിന് നമുക്ക് ഈ കാര്യത്തിലേക്ക് അല്പം ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവർ പറയുന്നുണ്ടല്ലോ പിതാവിന്റെ നാമം യേശുവെന്നാണ്. പിതാവിന്റെ നാമം യേശുവെന്നാണ്. ശരി, വാദത്തിന് വേണ്ടി നമ്മൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക. ഓക്കെ, പിതാവിന്റെ നാമം യേശുവെന്നാണ്, നമ്മൾ അങ്ങ് സമ്മതിച്ചേക്കാം വാദത്തിന് വേണ്ടി.
ഇവരോട് വീടുകളിൽ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും അവർ നമ്മളോട് ചോദിക്കുക പിതാവിന്റെ നാമം നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നമ്മൾ പറയും ആ പിതാവിന്റെ നാമം ഞങ്ങൾക്കറിയാം. അന്ന് എന്താണെന്ന് പറ. നമ്മൾ പറയും അത് യഹോവ എന്നല്ലേ. യഹോവ എന്നല്ല. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ഞാനാകുന്നുവല്ല എന്നല്ലേ. അതൊരു നാമം അല്ലല്ലോ, അതൊരു സ്ഥാനീയ പദവിയല്ലേ. അപ്പൊ വേറെ ചിലർ പറയും ആ പിതാവിന്റെ നാമം ഇപ്പം POC ബൈബിളൊക്കെ ഉപയോഗിക്കുന്നത് പറയും അതിപ്പോ പിതാവിന്റെ നാമം ദൈവമായ കർത്താവ് എന്നല്ലേ. അപ്പൊ അവര് പറയും ദൈവമായ ദൈവം എന്ന് പറഞ്ഞ ജനറൽ നൗണല്ലേ, അതൊരു പൊതുവാക്കല്ലേ. കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവും കർത്താവാണ്, പഴയ നിയമത്തിലും കർത്താവുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ഥാനമാണ്, കർത്തൃത്വം, ലോഡ്ഷിപ്പ്, അധികാരസ്ഥൻ എന്നുള്ള അർത്ഥമാണ്, അത് സ്ഥാനമാണ്, അതൊന്നും പേരല്ല. ഇപ്പൊ നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരല്ലേ പറയുന്നത്. പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പനാണെന്ന് അതിനർത്ഥം. സഹോദരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റാർക്കോ സഹോദരനാണെന്ന് അർത്ഥം. അതൊക്കെ സ്ഥാനീയ നാമങ്ങളാണ്. ഇപ്പൊ നിങ്ങള് സ്വർണ്ണപ്പണിക്കാരനാണെന്നോ നിങ്ങളുടെ പണിയുടെ പേരാണ് വരുന്നത്. ആശാരിയാണെന്ന് പറഞ്ഞാൽ നൗൺ ആണെങ്കിലും അത് തൊഴിലിനുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ ആളുകളെ കൺഫ്യൂസ്ഡ് ആവും. എന്നിട്ട് അവർ പറയും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്രിസ്ത്യാനിയായിട്ട് ഇത്രയും വർഷങ്ങൾ ജീവിച്ച് നിങ്ങളുടെ പിതാവിന്റെ നാമം നിങ്ങൾക്ക് അറിയില്ല അല്ലേ, കഷ്ടം, അയ്യയ്യേ, നാണമില്ലേ നിങ്ങൾക്ക്. ഈ നിലയിൽ ഇവർ സംസാരിച്ച് അല്പം മെന്റലി അല്പം സ്റ്റബോൺ അല്ലാത്ത ആളുകളെ എല്ലാം ഇവരങ്ങോട്ട് ഇളിഭരാക്കി. എന്നിട്ട് പറയും പിതാവിന്റെ നാമം അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, മുരിയാടയ്ക്ക് പോലെ ഞങ്ങൾ പഠിപ്പിക്കാം. ഈ പാവപ്പെട്ട കത്തോലിക്ക കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ബൈബിൾ എന്താന്ന് കൈ കൊണ്ട് തൊട്ടു നോക്കാതെ കേവലം എന്താ പറയുന്നത് പ്രാർത്ഥനാ സമയത്ത് മാത്രം തൊട്ടുമുത്തുന്ന ഈ സഹോദരന്മാരെല്ലാവരും കൂടെ ഇതും കേട്ട് മുരിയാടെ കൂടും പിതാവിന്റെ നാമം പഠിക്കാൻ. ഇതൊരു വലിയ ചതിയാണ്, ആളെ കൂട്ടാനുള്ള ടെക്നിക്ക് മാത്രമാണ്, അതിലൊരു യാഥാർത്ഥ്യവുമില്ല. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. പിതാവിന്റെ നാമം യേശു എന്നാണെങ്കിൽ എന്റെ ചോദ്യം, യേശു എന്ന ഈ വാക്കിന്റെ യഥാർത്ഥ പദം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മുരിയാടുകാരോടാ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമോ യേശു എന്ന് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് ഏത് വാക്കാണ് ശരിക്കും ഇത് അരമായയിലും ഹീബ്രുവിലും? യഹോശുവ എന്ന വാക്കിൽ നിന്നാണ് ഈ യേശു എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ഇറങ്ങി വന്നിരിക്കുന്നത്, ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. യേശുയ എന്ന വാക്ക് വരുന്നത് യഹോശുവ എന്ന വാക്കിൽ നിന്ന്. പഴയ നിയമത്തിൽ യോശുവ എന്ന് പറയുന്നില്ലേ, അത് തന്നെ, വേറെ സംഭവമൊന്നുമില്ല. രക്ഷകൻ എന്ന് പറയുന്ന വാക്കിനോട് ചേർത്ത് യഹോവ എന്ന പദം കൂടെ ചേരുമ്പോഴാണ് യഹോശുവ വരുന്നത്. ശുവ എന്ന വാക്കിനോടുകൂടെ യഹോവ എന്ന പദം കൂടെ ചേരുമ്പോഴാണ് യഹോശുവ വരുന്നത്. യഹോശുവ എന്ന വാക്കിന്റെ അർത്ഥമാണ് യഹോവ രക്ഷകൻ. യേശു എന്ന പദത്തിന്റെ ലിറ്ററൽ അർത്ഥം യഹോവ രക്ഷകൻ എന്നാണ്. ഞാൻ പിന്നെയും റോമൻ കത്തോലിക്ക സഭ വിവർത്തനം ചെയ്തിരിക്കുന്ന ഈ POC ബൈബിൾ ഉണ്ടല്ലോ, ഞാൻ അവരുടെ വിവർത്തനത്തെ കുറ്റം പറയുകയല്ല. ഈ ബൈബിളിൽ യഹോവ എന്ന ദൈവത്തിന്റെ ആ പ്രോപ്പർ നൗൺ ആയിട്ടുള്ള പേര് മാറ്റിക്കൊണ്ട് ദൈവം എന്ന ജനറൽ നൗണിൽ ദൈവമായ കർത്താവ് എന്ന് വിവർത്തനം ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷനിൽ ചെയ്തിരിക്കുന്നത് പോലെ ചെയ്തത് കൊണ്ട് ദൈവമെന്നും കർത്താവ് എന്നുമുള്ള ആ ഒരു അഡോണായ് എന്ന പദത്തിന്റെ ആ ലെവലിൽ അത് വിവർത്തനം ചെയ്തത് കൊണ്ട് സംഭവിച്ച പ്രശ്നം, ജോസഫ് പൊന്നാറയെ പോലെ അറിവ് കെട്ട മനുഷ്യർക്ക്, തിരുവെഴുത്തിന്റെ ആഴങ്ങൾ അറിയാത്ത മനുഷ്യർക്ക് എന്ത് സാധിച്ചു? യേശു എന്ന വാക്കിന്റെ ലിറ്ററൽ പദം, അതിന്റെ തലം എന്താന്ന് പോലും മനസ്സിലാക്കാതെ കണ്ട് പിതാവിന്റെ നാമം യേശു എന്നാണ്, അതിന് യഹോവയുമായി ഒരു ബന്ധവുമില്ലെന്ന് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എംബർ ഇമ്മാനുവേലുകാർ ഇത് കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. യഹോശുവ എന്ന പദമാണ് യേശു എന്ന പദം. അങ്ങനെയെങ്കിൽ പിതാവിന്റെ നാമം യേശു എന്നാണെങ്കിൽ അതിലെവിടെയാണ് യഹോവ എന്ന പദം കയറി വരുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ ഞാനൊരു ചലഞ്ച് നിങ്ങൾക്ക് തരാം. യഹോവ എന്ന പദം ഒഴിവാക്കിക്കൊണ്ട് പിതാവിനൊരു പേര് നിങ്ങൾ പറയൂ. പറ്റുമോ? യഹോവ എന്ന പദം യേശുവിന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ പിതാവിനൊരു പേര് പറ, ഞങ്ങൾ സമ്മതിച്ചു തരാം. എന്നിട്ട് പറ, ഞങ്ങളുടെ പൊന്നാര സാറ് പ്രവചിച്ചത് മുഴുവൻ യഹോവ എന്ന പേരേ എടുക്കാതെ കണ്ടാണെന്ന് പറ. എന്നിട്ട് പറ, ഞങ്ങൾ പറയുന്ന പിതാവിന്റെ നാമം നിങ്ങൾക്കാർക്കും അറിയില്ലെന്ന് പറ. അറിവുകേട് ഒരു അലങ്കാരമാക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിൽ പർവ്വതീകരിച്ചിട്ട് അതിന്റെ മുകളിൽ കസാരയിട്ട് പൊതുജനത്തെ പഠിപ്പിക്കാൻ ഇറങ്ങരുത്. ഞാൻ അല്പം വൈകാരികമായിട്ട് സംസാരിക്കുന്നത്. കാരണം
ബാക്കി ക്രൈസ്തവരെല്ലാം മണ്ടന്മാരാണെന്നുള്ള ധാരണയുണ്ടെന്നോ? അത് അസ്ഥാനത്താ. കാരണം പിതാവിന്റെ നാമം യേശു എന്നാണ് പറയുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല സഹോദരന്മാരെ, മുരിയാട്ട സഹോദരന്മാരെ. എന്നാൽ യഹോവ എന്ന നാമം അതിൽ പെടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ദുരുപദേശമാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണെന്ന്? അല്ല എങ്കിൽ എന്റെ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ വെല്ലുവിളിക്കുന്ന ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. പിതാവിന്റെ നാമം യേശുവാണെന്ന് പറയുമ്പോൾ യഹോവ എന്ന പദം അതിനകത്ത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് പറയേ, കേക്കട്ടെ ഞങ്ങൾ, എന്നിട്ട് ഞങ്ങൾ അംഗീകരിച്ചു തരാം. അപ്പം എന്നിട്ട് ആ നാമത്തിൽ നിങ്ങളൊന്ന് പ്രവചിക്ക്. ഏത് നാമത്തിൽ? യഹോവ എന്ന പദം നിങ്ങളുടെ പിതാവിന്റെ പേരിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങളൊന്ന് പ്രവചിക്ക്, ഒന്ന് പ്രാർത്ഥിക്ക്, ഒന്ന് വിളിച്ചു പോവുക, ഞങ്ങൾ കേൾക്കട്ടെ. അപ്പോഴല്ലേ അതിന് ഹീറോയിസം ആകത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ വാക്ക് യഹോശുവ എന്ന വാക്ക് തന്നെ എടുത്തു വെച്ചിട്ട് ഇത് പൊന്നാറയ്ക്ക് മാത്രമേ വെളിപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധമാണ് എന്റെ പൊന്ന് എംബർ ഇമ്മാനുവേലിലെ സഹോദരന്മാരെ നിങ്ങൾ ചെയ്ത്. എന്തൊരു അബദ്ധമാണ് നിങ്ങൾ വിളിച്ചു പോകുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കണമോ? അത് അംഗീകരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇത് അംഗീകരിച്ചാലേ നിങ്ങളുടെ ഗണത്തിൽപ്പെട്ടെങ്കിലേ ഞങ്ങൾ ദൈവം അംഗീകരിക്കുള്ളൂ. എന്തൊരു ലോജിക്കാ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിനൊരു നിലയിലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ആ നാമത്തിൽ പൊന്നാറ സാറ് മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ പറഞ്ഞാൽ ഇതും കൂടെ അതിൽ പെടും. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ അവർ പ്രവചിച്ചതും ഈ യേശുവിന്റെ നാമത്തിലാണ്. പുതിയ നിയമ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ അവർ പ്രവചിച്ചതും യഹോശുവയുടെ നാമത്തിലാണ്. യഹോശുവയാണ്, യഹോവ രക്ഷകനായി വന്നതാണ്. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുകയില്ലല്ലോ. ഞാനൊരു വാക്യം പഴയ നിയമത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു വാക്യം. അപ്പൊ ഈ POC ബൈബിൾ ഇല്ലായിരുന്നുവെങ്കിൽ ജോസഫ് പൊന്നാറയ്ക്ക് തന്റെ ഉപദേശം ഒന്നും സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല. POC ബൈബിള് കയ്യിലിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം സ്ഥാപിക്കാം. എന്നെങ്കിലും കാത്തലിക് ചർച്ചിന് POC ബൈബിൾ ഒന്നും കൂടി ഒന്ന് റീഎഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അന്ന് തീരും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഉപദേശം. ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം നമുക്ക് വായിക്കാം. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ വായിക്കുന്നത് ദൈവം ഹോശിയായോട് പറയുകയാണ്, യഹൂദയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം യഹൂദ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവിടെ പറയാം. ഞാൻ ഇത് വായിക്കുന്ന POC ബൈബിളിൽ നിന്നാ. എന്നാൽ യഹൂദ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. POC ബൈബിൾ ഒരു അല്പനേരത്തേക്ക് മാറിയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിൾ വേണമെങ്കിൽ പരിശോധിക്കാം, നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാനിപ്പോ തൽക്കാലം വായിക്കാൻ പോകുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ നിന്നാണ്. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളില് പണ്ട് ഉചിതമായ ആ വിവർത്തനം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കാൻ പോവുകയാണ്. ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവിടെ ദൈവമായ കർത്താവ് എന്ന് വിവർത്തനം ചെയ്തത് ഒരു തെറ്റുമല്ല കേട്ടോ. POC ബൈബിളിൽ അതൊരു തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് കൃത്യതയുള്ള ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ആ നൗൺ നഷ്ടപ്പെടാതെ, ആ പേര്, ദൈവത്തിന്റെ പേര് നഷ്ടപ്പെടാതെ ആ വിവർത്തനം വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. എന്നാൽ യഹൂദ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ചു, അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. ആരാ പറയുന്നത്? ആരോടാ പറയുന്നത്? പറയുന്നത് ഹോശിയ പ്രവാചകനാണെങ്കിലും സ്വരത്തിന്റെ പിന്നിലെ കർത്താവ് ദൈവം തന്നെയാണ്, പിതാവാ. ആരെ കൊണ്ട് രക്ഷിക്കുമെന്നാ പറയുന്നത്? യഹൂദ ഗ്രഹത്തിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും.
അവിടെ യഹോവയെ കൊണ്ട് രക്ഷിക്കുമെന്ന് പറയുന്നത് യഹോശുവയെ കൊണ്ട് ചെയ്യുമെന്നാ പറയുന്നത് ഒറിജിനലില്. ആ കാര്യം എന്റെ പൊന്ന് സിയോൻകാരെ, 2000 വർഷം മുൻപ് കാലിത്തൊഴുത്തിൽ ജനിച്ച് പാലസ്തീനായിൽ സഞ്ചരിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3 നാളുകൾക്ക് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മനുഷ്യർക്ക് പ്രത്യക്ഷനായി ജീവിച്ച യഹോശുവ, അവനെ കൊണ്ട് യഹൂദന്റെ രക്ഷയും ജാതികളുടെ രക്ഷയും ദൈവപിതാവ് സാധിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത വചനമാണ് ഹോശയ്യ 1:7. അപ്പൊ ഇനി നിങ്ങൾ പറ, യഹോശുവ യേശു തന്നെയാണോ, അതോ യേശു നിങ്ങൾ പറയുന്ന കേവലം ഷൂ ആണോ? നിങ്ങൾ യഹോശുവയെ കേവലം ഷൂ ആക്കരുത്. ഒന്നെങ്കിൽ അത് ചേർത്ത് പറയുക, യേശു സമം യഹോശുവയാണെന്ന് സമ്മതിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറ, പിതാവിന്റെ നാമം ഞങ്ങൾക്ക് വരും ഷൂ ആണെന്ന്. ആദ്യ ഭാഗം കൂടി യഹോ അതറങ്ങ് വിട്, നിങ്ങൾ ശുവ മാത്രം പറയുക, രക്ഷകനാണെന്ന് മാത്രം പറയുക. അപ്പൊ അത് ബൈബിൾ പുതിയ നിയമം പറയുന്ന പഴയ നിയമത്തിലെ ഹോശയ്യ പ്രവാചകന്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷകനാകില്ല. അപ്പൊ നിതിൻ സഹോദര, ഇവര് പറഞ്ഞല്ലോ പിതാവിന്റെ നാമം യേശു എന്ന് മാത്രമാണെന്ന്. ഇവരുടെ അജ്ഞത ഇത്ര വലുതാണ് എന്ന് പറയേണ്ടി വരും. യഹോശുവ ആരെന്ന് അറിയില്ലാത്തത് കൊണ്ട് ജോസഫ് പൊന്നാറ സാറ് POC ബൈബിൾ വായിച്ച് ബൈബിളിനെ കുറിച്ച് അറ്റവും മൂലം അറിയാൻ മേലാത്ത കുറെ ആളുകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. യേശു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹോവയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്തോ കക്ഷിയാണെന്ന് വിചാരിച്ച് ഈ പാവങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ റോമൻ കത്തോലിക്ക സഭയിലെ പണ്ഡിതന്മാരായ ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. കാരണം ത്രിയേകത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി അഗസ്റ്റിന്റെ തിയോളജിയിലുള്ളതാണ്. അവർക്കത് കറക്റ്റ് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള എതിർപ്പും ഉണ്ടാകില്ല. പക്ഷെ ആ അറിവ് പോലും ഇല്ലാത്ത ജോസഫ് പൊന്നാറ സാറിന്റെ ശിഷ്യന്മാരെ ഇപ്പൊ അവിടെ പല്ല് കടിച്ച് കഷ്ടപ്പെടുമായിരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ല എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ പറയുന്ന വാദം തിരുവെഴുത്തിന് നിരക്കാത്തതാണ്. അപ്പോ ഞങ്ങളുടെ ജോസഫ് സാറിന് മാത്രമേ ദൈവപിതാവിന്റെ നാമം വെളിപ്പെട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്ന നാമമുണ്ടല്ലോ യേശു എന്ന് പറയുന്നത്, അത് എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ കൂടെ കൂടെ നിങ്ങളുടെ യോഗങ്ങളിൽ വിളിച്ചു കൂവുന്നുണ്ടല്ലോ ഹല്ലേലൂയ എന്ന്, അപ്പാ പിതാവേ ഹല്ലേലൂയ എന്ന് പറയുന്നത് എന്താണ് ഈ ഹല്ലേലൂയ? ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ദൈവപിതാവിന്റെ നാമം യേശു എന്നാണെന്ന് പറയുകയും ഹല്ലേലൂയ പറയുകയും ചെയ്യുന്ന നിങ്ങളെ എന്താ വിളിക്കണ്ടേ? എന്താ പറയണ്ടേ? അറിവില്ലായ്മയുടെ നിറകുടങ്ങളെന്നോ? കഷ്ടമാണ്, കഷ്ടം. അപ്പോ ഇതൊക്കെയാണ് സഹോദര ഇവരുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് പടച്ചു വിടുന്നു, അതിൽ അറിവില്ലാതെ അഹങ്കരിക്കുന്നു. അല്ലാതെ എന്ത് പറയാനാ? ബൈബിള് ഒരു വിധത്തിൽ മനസ്സിലാകാത്ത ഒരു സംഘ ജനം എന്ന് മാത്രമേ അവരെ കുറിച്ച് നമുക്ക് ഈ വിഷയത്തിൽ പറയാം. അപ്പം ജോസഫ് പൊന്നാറ സാറിന് മാത്രമല്ല യഹോശുവ എന്ന നാമം വെളിപ്പെട്ടത്, ലോകത്തിലെ സകല ക്രൈസ്തവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവരുടെ അജ്ഞത കൊണ്ട് അവർ പറയാതെ ജോസഫ് സാറിന് മാത്രം അറിയത്തുണ്ടായിരുന്നു. അത്രേ ഉള്ളു കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് അദ്ദേഹം പഠിപ്പിച്ച സകല കാര്യങ്ങളും. എന്നാൽ ഇന്ന് അവിടെ ആരെങ്കിലും അറിവുള്ള തലയ്ക്ക് ബോധമുള്ള ഒരു വ്യക്തിയെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഈ തിരുവചനത്തിൽ നിന്ന് പരിശോധിച്ചതിന് ശേഷം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ എന്നാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇതിപ്പോ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തിയോളജിക്കലായിട്ട് ബിബ്ലിക്കലായിട്ട് യാതൊരുവിധ പഠനവും ഇദ്ദേഹത്തിന് ഒരു കാലത്തും ഇത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിഗ്രി ഇല്ല, അങ്ങനെ ഒരു പഠനം അദ്ദേഹം നടത്തിയിട്ടില്ല. 2, അദ്ദേഹം കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ചില കാര്യങ്ങളെ മനസ്സിലാക്കിയ ആളാണ്. 3, അദ്ദേഹം ആർക്കും ഒരു കാലത്തും ശിക്ഷപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. എന്തെങ്കിലും അറിയാവുന്ന ബൈബിള് പറയുന്നത് എന്താ? ബൈബിൾ ഒരു ശിക്ഷത്വത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന മനുഷ്യൻ, അപ്പോസ്തലന്മാർ കർത്താവിന് ശിഷ്യന്മാരായിരുന്നു. സ്ലീഹന്മാരുടെ പിന്നാലെ വന്നവർ സ്ലീഹന്മാർക്ക് ശിഷ്യന്മാരായിരുന്നു. സഭാകാലഘട്ടം ആരംഭിച്ചപ്പോൾ സഭയുടെ ഉപദേഷ്ടാക്കന്മാർക്ക് വിശ്വാസികൾ ശിഷ്യന്മാരായിരിക്കണം. ഇങ്ങനെ ശിഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ തലമുറകളായി പഠിപ്പിച്ചു വരുന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ആർക്കും വിധേയപ്പെടാതെ മത്സരം കാണിച്ചാൽ ഇതൊക്കെ സംഭവിക്കും. അതേ സംഭവിച്ചെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ കുറെ ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും
ഇവർക്ക് വേദപുസ്തകത്തിൽ ഒരു അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വചനാടിസ്ഥാനമായ ഒരു ചർച്ചയ്ക്ക് നമ്മുടെ മുമ്പിൽ വരാത്തത്. അതുകൊണ്ടാണ്. കാരണം ഇവർക്ക് വേദപുസ്തകത്തിൽ യാതൊരു ഗ്രാഹ്യവും ഇല്ല. അതുകൊണ്ട് അവർ വേദപുസ്തകവും വചനപ്രകാരമുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അവരുടനെ പറയുന്നത് അത് ഞങ്ങളുടെ സാറിന് വെളിപ്പെട്ട് കിട്ടിയതാ, അത് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സാറിന് മാത്രം വെളിപ്പെട്ട് കിട്ടിയ കാര്യ എന്നൊക്കെ പറഞ്ഞ് വേദപുസ്തകത്തിന്റെ വെളിയിൽ പോവുക. അതായത് ഞങ്ങളുടെ സാറിന് മാത്രം വെളിപ്പെട്ട് കിട്ടിയ കാര്യമെന്നാണ്, കിട്ടിയ അരുളപ്പാടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം, ഈ ജോസഫ് പൊന്നാറയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് നേരിട്ട് ലഭിച്ചു എന്ന് ഇവർ പറയുന്ന ഈ ഒരു കാര്യത്തിന് എത്രത്തോളം സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അത് വസ്തുനിഷ്ഠമായി അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്? ജോസഫ് പൊന്നാറ സാറിന് ദൈവിക വെളിപ്പാടുകൾ നേരിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുമ്പേ കേട്ടില്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്നും ദൈവിക വെളിപ്പാടാണെന്ന് നമുക്ക് ഒരു നിലയിലും അംഗീകരിക്കാൻ പറ്റില്ല. ദൈവിക വെളിപ്പാടുകൾ ജോസഫ് പൊന്നാറ സാറിന് നേരിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ കിട്ടുമോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. കിട്ടിയിട്ടുണ്ടെന്ന് പുള്ളി പറയും. അങ്ങനെ കിട്ടുമോ? അങ്ങനെ കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ കിട്ടാനുള്ള സാധ്യത, ഇദ്ദേഹം പഴയ നിയമ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട കാരണം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, അതിൽ 147 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 19ഉം 20ഉം വാക്യങ്ങൾ. അവിടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. യാക്കോബിന് തന്റെ വചനവും ഇസ്രായേൽ ജനത്തിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. ദൈവവചനം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ് എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണത്. അതിന്റെ താഴത്തെ വാക്യം കൂടെ വായിക്കും, 20ആം വാക്യം കൂടെ. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച് ജീവിച്ചു വന്ന യഹൂദ ഗോത്രങ്ങളിൽ പെടുന്ന ആളുകൾക്കല്ലാതെ, അവരുടെ അല്ലാതെ ദൈവം തന്റെ വെളിപ്പാടുകളെ മറ്റൊരു ജാതിയുടെയും സംസാരിച്ചിട്ടില്ല എന്നായി തിരുവെഴുത്ത് പറയുന്നത്. അതാണ് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ട് ദൈവം സംസാരിച്ചിട്ടില്ല, അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇത് പറയുമ്പോ ഇവര് പറയും ഞങ്ങളും യഹൂദന്മാരാന്ന് പറയും. ഞങ്ങളും യഹൂദന്മാരാ. അതുകൊണ്ടാണ് ജോസഫ് പൊന്നാറ സാറ് ഞങ്ങളല്ല യഹൂദന്മാരാ, ഞങ്ങളുടെ ജീനൊക്കെ യഹൂദിന്റെ ജീന എന്ന് പറഞ്ഞാണ് ഇവർ നടക്കുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം, ഇവരുടെ ആ വാദം എത്രത്തോളം ശരിയാണെന്നും ഞങ്ങളും യഹൂദന്മാരാണെന്ന് പറയുന്ന ആ പ്രസ്താവന. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ഇദ്ദേഹം പറയുന്നത് എന്നിലൂടെ ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് ജോസഫ് പൊന്നാറ സാറോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ പറഞ്ഞാൽ അവർ ഈ വാക്യത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. എന്നാൽ പുതിയ നിയമ എഴുത്തുകളിലേക്ക് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ദൈവസഭയിലേക്ക് വന്ന ലൂക്കോസിനെ പോലെയുള്ള ആളുകളിലൂടെയും ദൈവം അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പഴയ നിയമ എഴുത്തുകളിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെയെങ്ങുമില്ല. ഇദ്ദേഹത്തിന്റെ പ്രവാചക ശുശ്രൂഷ പഴയ നിയമ യെശയ്യാവല്ലേ? അപ്പൊ പിന്നെ ഇവിടെ ചോദ്യമില്ലല്ലോ ഇദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഇദ്ദേഹത്തിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ എങ്ങനെ സാധിക്കും? യഹൂദനല്ലാത്ത ഇദ്ദേഹത്തിന് എന്ത് വിധത്തിലുള്ള അരുളപ്പാടുകളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ലഭിച്ചത്? അത് ലഭ്യമല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിലൂടെ സംസാരിച്ചിട്ടുണ്ടോന്നില്ല, അദ്ദേഹത്തിലൂടെ സംസാരിച്ചിട്ടുള്ള ഈ വിധ കാര്യങ്ങളാ, ഈ വിധത്തിലുള്ള മുൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാ. അപ്പൊ അത് ദൈവവചനമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാ പറയുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ദൈവവചനത്തിന് തുല്യമാണെന്നോ ഞാൻ പ്രവാചകനാണെന്നോ അവകാശപ്പെട്ടാൽ, നമ്മൾ അല്പം മുമ്പ് വായിച്ചല്ലോ അങ്ങനെയുള്ള പ്രവാചകന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകൻ അങ്ങനെ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതാണ് വാസ്തവം. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിലൂടെ സംസാരിച്ചു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, വരുവാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും മോശയുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ച് ദൈവം ഓരോ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ച് വിട്ടപ്പോഴും അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇസ്രായേലിലേക്കും അന്നും ഇന്നും എന്നും ഓടിച്ചെന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. അതിന്റെ കൈപ്പേറിയ അനുഭവം ശരിക്ക് അനുഭവിച്ച ആളാണ് ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ്. അദ്ദേഹം ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണെന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ മുന്നിലേക്ക് വന്നു. അവരെ അംഗീകരിച്ചില്ല.
അതുപോലെ ഇരിക്കും ജോസഫ് പൊന്നാറ സാറും ചെന്ന് കഴിഞ്ഞാൽ. ജോസഫ് പൊന്നാറ സാറിനേക്കാളും 10 അടി ഹൈറ്റും 4 അടി പരാക്രമശക്തിയും വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ അവതരിപ്പിച്ച മുഹമ്മദ് നബിക്ക് പറ്റിയില്ല യഹൂദ പ്രവാചകനാണെന്ന് ഉള്ള അംഗീകാരം പിടിച്ചു പറ്റാൻ. പിന്നെയാണോ ഈ കേരളക്കരയിൽ ജീവിച്ച് മരിച്ചു പോയ ജോസഫ് പൊന്നാറ സാറ് യഹൂദനായ പ്രവാചകനാണെന്നും പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉണ്ടെന്നും പറഞ്ഞ് ഇസ്രായേൽ ജനതയുടെ മുന്നിലേക്ക് എന്നാൽ ഒന്നും നടക്കില്ല. ചുമ്മാ ഇവിടെ കിടന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. കൂടാരത്തിനുള്ളിൽ പ്രസംഗിക്കാൻ, പുറത്ത് പറയാൻ പറ്റും. അതേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇപ്പം പറഞ്ഞല്ലോ, ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-20 വാക്യങ്ങളിൽ അവിടെ ദൈവം ഒരു പ്രവാചകനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ദൈവം അവന്റെ നാവിന്മേൽ വചനത്തെ ഏൽപ്പിച്ചാൽ അത് പറയുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തി അതിന് അനുസരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം. അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം ഏൽപ്പിച്ചതല്ലാതെ ഒരു പ്രവാചകൻ എന്തെങ്കിലും പ്രവചിച്ചാൽ, ദൈവം ഏൽപ്പിക്കാത്തത് എന്തെങ്കിലും ആധികാരികതയോടെ പ്രവചിക്കുകയാണെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് ബ്രദർ നേരത്തെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജോസഫ് പൊന്നാറയുടെ കാര്യത്തിൽ ഈ വാക്യമായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്കതിനെ അംഗീകരിച്ച് കൊടുക്കുവാൻ കഴിയുമോ? എങ്ങനെയാണ് ബ്രദർ നോക്കുന്നത്? സഹോദര, ഇദ്ദേഹം പ്രവചിച്ച പ്രവചനങ്ങൾ ദൈവം അദ്ദേഹത്തിന്റെ നാവിൽ കൊടുത്തിട്ട് പ്രവചിച്ചതാണെന്ന് ഇനിയിപ്പോ അവര് പറയുന്ന തർക്കത്തിന് വേണ്ടി അവർ പറയാനുള്ള 18-ാം ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യപ്രകാരം ഞങ്ങളുടെ സാറാണ് ആ വാക്യത്തിൽ പറയുന്ന പ്രവാചകൻ എന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. ഇനി തർക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി ആ വാദം അംഗീകരിക്കുന്നതെന്ന് കരുതുക. ആ വാദം നമ്മൾ അംഗീകരിക്കുന്നു തൽക്കാലത്തേക്ക്. അവരുടെ വാദത്തെ മുന്നോട്ട് നമുക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പോവാം. ഇത് ജോസഫ് പൊന്നാറ സാറാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ താഴത്ത് പറയുന്ന വ്യവസ്ഥ എന്താണ്? എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ, ഈ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രവാചകൻ ശ്രീ ജോസഫ് പൊന്നാറ സാർ ആണെങ്കിൽ, ജോസഫ് പൊന്നാറ സാറിന്റെ നാവിൽ ദൈവത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിക്ഷേപിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ. അതല്ലേ എന്റെ യാഥാർത്ഥ്യം? ഇതും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതാണ് എന്റെ യാഥാർത്ഥ്യം. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും, ഒരു സംശയവുമില്ല. ദൈവം കൽപ്പിച്ചത് മാത്രമേ അങ്ങനെയാണെങ്കിൽ ജോസഫ് പൊന്നാറ സാർ പറയാൻ പറ്റത്തുള്ളൂ പ്രവചനമായിട്ട്. ആണല്ലോ, ഒരു സംശയമില്ല. അത് ജോസഫ് പൊന്നാറ സാറിന് ദൈവം കൊടുത്ത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഈ 18-ാം വാക്യത്തിൽ ജോസഫ് പൊന്നാറ സാറിനെ കുറിച്ചാണെങ്കിൽ, എന്നിട്ട് എന്റെ നാമത്തിൽ അവൻ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ജോസഫ് പൊന്നാറ സാർ പറഞ്ഞ കാര്യം അനുസരിക്കാതെ പോകുന്നവരെ ദൈവം നേരിട്ട് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് പറയുന്നത്, എടാ നിന്നെയൊക്കെ ജോസഫ് സാറിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കൂടാ, കണ്ടോടാ, എംബർ ഇമ്മാനുവൽ വരുമ്പോൾ നിങ്ങൾ ജോസഫ് സാറിനെ മനസ്സിലാക്കൂടാ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ കാരണം ഈ വാക്യം അവരുടെ മുന്നിൽ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഇത് ജോസഫ് പൊന്നാറ സാറാന്ന് വിശ്വസിക്കുകയും ജോസഫ് പൊന്നാറ സാറിനോട് ദൈവമാണ് സംസാരിച്ചതെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 18-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എംബർ ഇമ്മാനുവേലുകാരോട് ചോദിക്കുകയാണ്, ജോസഫ് പൊന്നാറ സാറ് പ്രവചിച്ച എന്തെങ്കിലും പ്രവചനം ഇന്ന് വരെ നടന്നിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം പഠിപ്പിച്ചില്ലേ? സിയോനിലുള്ളവർ മരിക്കയില്ല എന്ന് പഠിപ്പിച്ചില്ലേ? മരിച്ചില്ലേ? മരിച്ചു. തെറ്റിയേ? പ്രവചനം തെറ്റി. അപ്പൊ ഈ നാവിന്മേൽ ഈ വാക്ക് നിക്ഷേപിച്ചത് ആരാ? ദൈവമാണോ? അദ്ദേഹം പ്രവചിച്ചില്ലേ 2012 ലോകം അവസാനിക്കുമെന്ന്? അവസാനിച്ചോ? അദ്ദേഹത്തിന്റെ നാവിൽ ഈ വാക്കിട്ട് കൊടുത്തത് ആരാപ്പം? ദൈവമാണോ? ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം? സംഭവിച്ചോ? ജനിച്ചത് പെൺകുട്ടിയായി പോയില്ലേ? അദ്ദേഹത്തിന്റെ നാവിൽ അത് ഇട്ടുകൊടുത്തത് ആരാ? ഇട്ട് കൊടുത്തത്? 18-ാം വാക്യപ്രകാരം നിങ്ങളുടെ ജോസഫ് പൊന്നാറ സാർ ആണ് അവിടെ പറയുന്ന ജനത്തിനിടയിൽ നിന്നുള്ള ആ പ്രവാചകനെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര അബദ്ധങ്ങൾ പറ്റുമോ? അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പാളിപ്പോകും. ദൈവമാണ് അത് കൊടുത്തതെങ്കിൽ അത് തെറ്റിപ്പോകുമോ? തെറ്റിപ്പോകില്ലല്ലോ. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ജോസഫ് പൊന്നാറ സാർ ഇങ്ങനെയൊന്നും പ്രവചിച്ചിട്ടില്ല, നിങ്ങൾ ചുമ്മാ ഉണ്ടാക്കി പറയരുത്, നാട്ടുകാർ പറയുന്ന കേട്ടുകൊണ്ട് ചുമ്മാ ലൈവിൽ വന്നിട്ട് കള്ളടിച്ചവനെ പോലെ, കഞ്ചാവടിച്ചവനെ പോലെ, വിവരക്കേട്
പറയരുത്, ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. എന്ത് ക്രെഡിബിലിറ്റി ആണ് നിങ്ങൾ പറയുന്നതിനുള്ളത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ജോസഫ് പൊന്നാറ സാറിന്റെ സ്വന്തം സ്വരത്തിൽ നമുക്കതൊന്ന് കേൾക്കാം. ജോസഫ് പൊന്നാറ സാറിന്റെ പ്രവചനം. ജോസഫ് പൊന്നാറ സാർ സ്വന്തമായിട്ട് പ്രവചിച്ചല്ലോ, നിങ്ങളുടെ മധ്യത്തിൽ പ്രവചിച്ചില്ലേ? നമുക്ക് ആ പ്രവചനം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ ലൈവിൽ നമ്മളോട് കൂട്ടത്തിൽ ജോസഫ് പൊന്നാറ സാറ് സ്വന്തം സ്വരത്തിൽ വന്നിട്ട്, സിയോൻകാരെ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ സാറ് പ്രവചിച്ച പ്രവചനം അത് ദൈവത്തിൽ നിന്നായിരുന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലിപ്പിട് ബ്രദറെ, ക്ലിപ്പിട്. നിതിൻ ബ്രദറെ, ആ ക്ലിപ്പ് ഒന്നിട്ടെ, കേൾക്കട്ടെ അവര്. ക്ലിപ്പ് ചോദിച്ചിറങ്ങുന്ന ക്ലിപ്പാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, ക്ലിപ്പ് എവിടെ ഇടൂ. തീർന്നില്ല. 2013 ഡിസംബർ 31 സിയോനിലെ അംഗസംഖ്യ 12,000 ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. 2015 അത് 70,000 പ്രഖ്യാപിക്കുന്നു. എന്ന് കേട്ടപ്പോ യവന്മാരുടെ ബോധം പോയി. പട്ടിയെണ്ണം കൈയടിച്ചിട്ട് 5-6 പിള്ളേരെ കൈയടിച്ചോളൂ. ഹല്ലേലൂയ. 2016 സിയോനിൽ ദൈവമക്കളുടെ എണ്ണം 144,000. ഹല്ലേലൂയ. 2017 288,000 പേരെ കൊണ്ട് സിയോൻ നിറഞ്ഞിരിക്കുമെന്ന് എന്റെ പിതാവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പം എംബ്രറുകാര് തലയിൽ മുണ്ടുവിട്ടുകൊണ്ട് കണ്ടം വഴി ഓടുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം അവരുടെ വാദങ്ങൾ എന്തായിരുന്നു? ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതൊക്കെ വലിയ സംഭവമാണെന്നുള്ളതായിരുന്നു അവരുടെ വാദം. പക്ഷെ ഇതെല്ലാം ഇതോടെ തകർന്നത്. കാരണം പ്രവാചകന്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ നാട്ടുകാർ മൊത്തം കേട്ട് കഴിഞ്ഞു. നടക്കാൻ പോകുന്ന പ്രവചനങ്ങൾ 2017 നടക്കാൻ പോകുന്ന പ്രവചനങ്ങൾ ഇതാ കിടക്കുന്നു. നീ വേറെ പറഞ്ഞോ? ക്ലിപ്പ് ഇട്ടോ ബ്രദറെ? കഴിഞ്ഞു കേട്ടു. ആ ഈ പ്രവചനമൊന്നും ഇവിടെ ഇരിക്കുന്ന ഞാനോ അപ്പുറത്തിരിക്കുന്ന നിതിനോ പറഞ്ഞതല്ല. ഇത് ദൈവത്തിന്റെ സ്വന്തം പ്രവാചകനായ, പിതാവിന്റെ നാമം അറിയാവുന്ന ഏക പ്രവാചകനായ, ലോകത്തിന് ദൈവപിതാവിന്റെ നാമം വെളിപ്പെടുത്തിയ ഏക പ്രവാചകനായ, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകനായ ഈ പ്രവാചകൻ പ്രവചിച്ച ധാരാളം പ്രവചനങ്ങളുണ്ട്. അതിൽ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ച പല ക്ലിപ്പുകളിൽ ഒന്ന് മാത്രമാണിത്, ഒരു സാമ്പിൾ. ഈ സാമ്പിളിൽ വന്നിരിക്കുന്ന സാധനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഇന്ന് വരെ നിങ്ങൾ ഈ ജോസഫ് പൊന്നാറ സാറിന്റെ സ്വരം ഞങ്ങളെ ഒന്ന് കേൾക്കാൻ അനുവദിച്ചില്ലല്ലോ. കൂടാരത്തിൽ വരുന്നവരെയല്ലേ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളൂ. ലോകം അറിയട്ടെ ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളും സ്വരവും, ലോകമൊന്ന് മനസ്സിലാക്കട്ടെ. റോമൻ കത്തോലിക്ക സഭയിൽ നിന്നിരുന്ന കാലത്ത് കരിസ്മാറ്റിക് മീറ്റിങ്ങുകളിൽ അദ്ദേഹം പ്രസംഗിച്ച് കേട്ട ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ പ്രവചനം കേൾക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കൈവന്നിരിക്കുകയാണ്. പൊന്നാറ സാറ് സ്വന്തം സ്വരത്തിൽ നമ്മുടെ ചാനലിൽ വന്ന് ആ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രവചനം 2013 12,000 സിയോനിൽ ജനസംഖ്യ, 2015 70,000 സിയോനിൽ ജനസംഖ്യ. അതേ, നിങ്ങൾ പേടിച്ചു പോയിരിക്കുന്നു. ഓ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ദേ വിശ്വസിക്ക്. 2016 1,44,000, 2017 2,88,000. ഇത് ഞാൻ പറഞ്ഞതല്ല, ജോസഫ് പൊന്നാറ സാർ പ്രവചിച്ച പ്രവചനമാണ്. എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, എന്റെ വീട്ടിലേക്ക് ഭീഷണിയായിട്ട് വന്നിട്ട് കാര്യമില്ല, എനിക്കെതിരെ കേസ് കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ പ്രവാചകൻ പ്രവചിച്ചതാണ്. ഇനി നമുക്ക് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ പ്രവാചകനാണല്ലോ 18-ാം വാക്യത്തിലുള്ളത്. നിയമാവർത്തനം 18:18 അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഉള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കുകൾ ഞാൻ അവരുടെ നാവിൽ എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും.
ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എന്നിട്ട് വല്ലതും സംഭവിച്ചോ? 50,000 ആയോ മൊത്തം ജനസംഖ്യ? ഇത് പറഞ്ഞ പൊന്നാറ സാറ് ഭൂമി വിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഏത് വിധത്തിലുള്ള പ്രവാചകനാ? ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇതേ പുസ്തകം തന്നെ 18-ാം അധ്യായത്തിന്റെ നിയമാവർത്തനം 18-ന്റെ 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ, പ്രവചിച്ച കാര്യം നിറവേറിയില്ലെങ്കിൽ, അദ്ദേഹം കൃത്യം വർഷം വെച്ചാ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് 2020 കഴിഞ്ഞു, ജനസംഖ്യ ഇന്നും എത്തിയില്ല. 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ജോസഫ് പൊന്നാറ സാർ പറഞ്ഞത്. 2017 മുമ്പ് സംഭവിക്കേണ്ട കാര്യം, 2017 സംഭവിക്കേണ്ട കാര്യമാണ്. ആ പ്രവചനം പാളി. അപ്പൊ സംഭവിച്ചില്ലെങ്കിൽ, സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ബൈബിളിലുള്ള കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഏത്? നിയമാവർത്തനം 18-ന്റെ 22-ാമത്തെ വാക്യം. ആ വാക്ക് കർത്താവ് അരുളി ചെയ്തതല്ല. ജോസഫ് സാറിന്റെ നാവിൽ ആ വാക്ക് കൊടുത്തത് നമ്മളുടെ ദൈവമായ കർത്താവല്ല. പിന്നെ എങ്ങനെയാ? ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതത്രേ. സ്വയംകൃതമായ പ്രവചനമായിരുന്നു. ജോസഫ് പൊന്നാറ സാറിന്റെ പ്രവചനങ്ങളൊന്നും സിയോനിൽ നിറവേറുന്നില്ലെങ്കിൽ, എന്റെ പൊന്ന് സിയോൻ സഹോദരങ്ങളെ, എംബർ ഇമ്മാനുവൽ ചർച്ചിന്റെ വിശ്വാസികളെ, നിങ്ങൾ വിലപിച്ചിട്ടോ കരഞ്ഞിട്ടോ മനപ്രയാസപ്പെട്ടിട്ടോ അങ്കലാപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതൊന്നും ദൈവം അദ്ദേഹത്തോട് പറഞ്ഞതല്ല. അദ്ദേഹത്തിന് സ്വയം അങ്ങ് തോന്നി പറഞ്ഞ കാര്യങ്ങളാണെന്നങ്ങ് സമ്മതിക്കേ, അതങ്ങ് മനസ്സിലാക്കിയാൽ മതി, പ്രശ്നം തീർന്നു. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്കും കൂടെ, ദൈവം ഞങ്ങളോടൊക്കെ പറഞ്ഞേക്കുക, നീ അവനെ ഭയപ്പെടണ്ടെന്ന്. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഞങ്ങളെ മുട്ടുകുത്തി നിർത്തും, പ്രതികാരം ചെയ്യും എന്നൊക്കെ പറഞ്ഞു വന്നാൽ ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പറയുന്നത് ഇത്തരം പ്രവാചകന്മാരെ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ലെന്നാണ്. അതുകൊണ്ട് ജോസഫ് പൊന്നാറ സാർ ഞങ്ങളെ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കത്തുമില്ല. ഈ ജോസഫ് പൊന്നാറ സാറിനെ വിമർശിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന്റെ നാവിൽ ദൈവം ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ ദൈവമായ പിതാവും ഞങ്ങളെ ഒന്നും ചെയ്യില്ല. എന്നാൽ ഇതൊക്കെ കാരണം കൊണ്ടാണോ നിങ്ങൾ അങ്ങ് നേരിട്ട് പ്രവർത്തിച്ച് കളയാന്ന് വിചാരിച്ചിറങ്ങുന്നത്? വിമർശിക്കുന്നവരെ വായടപ്പിച്ച് കളയാം, ബുദ്ധിമുട്ടിച്ച് കളയാം, കേസിൽ കുടുക്കി കളയാം, ഭീഷണിപ്പെടുത്തി കളയാം എന്നൊക്കെ തോന്നുന്നത് അതും ദൈവികമല്ല കേട്ടോ. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വം ഏത് വിധമുള്ളത് എന്ന് ഞാനായിട്ടിനി ഒരു വാക്ക് പറയുന്നില്ല. എന്റെ കേൾവിക്കാർ തീരുമാനിക്കട്ടെ ഇദ്ദേഹം സത്യപ്രവാചകനാണോ അല്ലയോ എന്നുള്ള കാര്യം. ഇവിടെ ഞാനൊന്നും വ്യാഖ്യാനിച്ചില്ല. നിങ്ങളുടെ വ്യാഖ്യാനം തന്നെ നിങ്ങളുടെ പ്രവാചകനെ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം നിങ്ങളുടെ പ്രവാചകൻ ശരിയായ പ്രവാചകനല്ല, സത്യപ്രവാചകനല്ലെന്ന് വെളിപ്പെടുന്നു. അതാണ് എന്റെ ആർഗ്യുമെന്റ്. ഇതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി കൊണ്ടുവരാം, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. പിന്നെ ഞങ്ങൾ ഇത്രയും പറഞ്ഞു പോയില്ലേ, ഇതിനൊരു മറുപടി കൊണ്ടുപോവാ. ഞങ്ങളുടെ പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാ, ദൈവം അദ്ദേഹത്തിന്റെ നാവിലൂടെ സംസാരിച്ചു എന്നതിന് ഒരു തെളിവ്. ഇത്തരം പാളിപ്പോയ പ്രവചനങ്ങൾ ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജോസഫ് സാറിനെ അവഹേളിക്കാനോ നിന്ദിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഇതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് തിരുവെഴുത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവത്തെയും ഞങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നടന്നാൽ അതെങ്ങനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? നിങ്ങളുടെ പ്രവാചകനെ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം ഉള്ളെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. നിങ്ങൾ മാത്രമേ ശരിയുള്ളെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആശയപരമായി ഞങ്ങൾ അതിനെ സംവദിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൽ ഈർഷ്യ തോന്നിയിട്ട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ റിയാലിറ്റിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഞങ്ങളൊക്കെ ഇന്ന് ആയിരിക്കുന്ന സഭകളുണ്ടല്ലോ, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളിർത്ത് പൊങ്ങിയ തകരകളല്ല. ഇതുപോലെയുള്ള 100,000 ചോദ്യങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകൾ നിലനിൽക്കുന്നത്.
എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. അതിനെ ഉപദേശപരമായി നേരിടുവാൻ കെൽപ്പും ചങ്കുറപ്പുമുള്ള ദൈവദാസന്മാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനം താളടിയായി പോകുന്നത് അതിന് കാരണം നിങ്ങളുടെ അടിസ്ഥാനം ഇളകുന്ന പ്രവാചകനായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അദ്ദേഹം യഥാർത്ഥ പ്രവാചകനോ വചനപ്രകാരമുള്ള പ്രവാചകനോ ആയിരുന്നില്ല എന്നാണ് ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന് ചന്തം ചാർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ആ ചന്തം അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, അദ്ദേഹം ഈ കാറ്റഗറി പെടുന്ന ആളല്ലെന്ന്, പഴയ നിയമ പ്രവാചക കാറ്റഗറി പെടുന്ന ആളല്ലെന്ന്, അദ്ദേഹത്തിന് നാവിൽ ദൈവം ഒന്നും കൊടുത്തിട്ടില്ലെന്ന്, അദ്ദേഹം തെറ്റിപ്പോകുന്ന പ്രവചനങ്ങൾ നടത്തി പരാജയപ്പെട്ട മനുഷ്യനാണ്. തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നവരെല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അവരൊക്കെ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇനിയും കിടപ്പുണ്ടല്ലോ കുറെ ആളുകൾ, അവരും ഇറങ്ങിപ്പോരും. അവരും 1 by 1 ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അവരിറങ്ങിപ്പോരും. അധിക കാലമൊന്നും ജനത്തെ കബളിപ്പിച്ചും രഹസ്യാത്മകയിൽ പിടിച്ചു നിർത്തിയും തളച്ചിടുവാൻ ലോകത്തിൽ ആർക്കും ഒരു നാളും കഴിഞ്ഞിട്ടില്ല. അധികം കാലം മുന്നോട്ട് പോകില്ല. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളുണ്ടല്ലോ ഇനിയും നിറവേറേണ്ടത്. അത് നിറവേറാണ്ട് വരുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ ജനം തിരിച്ചു ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോ ഞാനിത് പറഞ്ഞത് ഇതിന് സഹോദര, ഇദ്ദേഹം ഏത് വിധത്തിലുള്ള പ്രവാചകനാണെന്ന് ഇപ്പൊ ഏതാണ്ട് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാനായിട്ടൊരു വാക്ക് പറയുന്നില്ല. എല്ലാം തകർന്നു. അപ്പോൾ അദ്ദേഹം പഴയ നിയമ പ്രവാചകനാണെന്നുള്ള സകല വാദങ്ങളും ഇതോടെ തകർന്നിരിക്കുകയാണ്. അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു വ്യാജ പ്രവാചകനായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് സകലർക്കും വ്യക്തമായ സ്ഥിതിക്ക് അവസാനത്തിന്റെ ഒരു ചോദ്യങ്ങൾ, ഇനി ഇദ്ദേഹം പുതിയ നിയമ പ്രവാചകനായിരുന്നു എന്ന് പറയുന്നതിനെങ്കിലും ചെറിയൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ഇതിനി അത് മാത്രമല്ല, അദ്ദേഹത്തെ സത്യപ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലേ എന്നുള്ള അവരുടെ ഒരു, കാരണം ഇനി ഞങ്ങളെ പ്രവാചകനാണെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലേ എന്നുള്ള ആളുടെ വിഷമത്തിൽ നിന്നും ഞാൻ ചോദിക്കുകയാണ്, പുതിയ നിയമ പ്രവാചകനായിട്ടെങ്കിലും അംഗീകരിക്കാൻ ചെറിയൊരു സ്കോപ്പ് ഉണ്ടോ? ഇനിയിപ്പോ പഴയ നിയമ പ്രവാചക സ്ഥാനം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ പുതിയ നിയമ പ്രവാചകനായിട്ടെങ്കിലും ഇദ്ദേഹത്തെ അവരോധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകനായിട്ടും അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. കാരണം പുതിയ നിയമത്തിന്റെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ, ഇത് രേഖയാക്കുന്ന കാലഘട്ടം വരെയായിരുന്നു പ്രവാചക ശുശ്രൂഷയ്ക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇതിൽ പറഞ്ഞു, ഇന്ന് പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്ന എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി ആ കാര്യത്തെ പഠിപ്പിക്കുന്ന പ്രവാചക ശുശ്രൂഷകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ ആ ഗണത്തിലും പെടുത്താൻ പറ്റില്ല. കാരണം എഴുതപ്പെട്ട പുതിയ നിയമ തിരുവെഴുത്തുകളെ ഇദ്ദേഹം പൊട്ടിക്കളഞ്ഞല്ലോ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. പുതിയ നിയമം പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആ പ്രവാചക ഗണത്തിലും പെടില്ല. പിന്നീട് ഇദ്ദേഹം സ്വയമേവയും ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ശിക്ഷഗണവും പഠിപ്പിക്കുന്നത് ഇദ്ദേഹം പഴയ നിയമ പ്രവാചകനായ യെശയ്യാവായിരുന്നു എന്നാണ്. അപ്പം അവര് സ്വയം ഇദ്ദേഹം പഴയ നിയമ പ്രവാചകനാണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകനായിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ, ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ പുതിയ നിയമത്തിലെ എഴുത്തുകളിലെ സത്യങ്ങൾക്ക് എല്ലാം വിരുദ്ധമായി ഇദ്ദേഹം പഠിപ്പിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്നുള്ളതിന് ഒരു വാക്യം ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ഇദ്ദേഹത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. ഇപ്പൊ പുതിയ നിയമത്തിന്റെ തിരുവെഴുത്തുകളിലെ സത്യങ്ങൾക്ക് വിരുദ്ധമായ ഉപദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ആ ഉപദേശത്തിന് വിരുദ്ധത പഠിപ്പിക്കുകയും ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാക്കുകയും അതായത് വിഘടനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സൂക്ഷിക്കണം, അവരെ വിട്ട് സത്യവിശ്വാസികൾ അകന്നു കൊള്ളണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. അപ്പൊ പിന്നെ ഈ പൊന്നാറ സാറിന്റെ പഠിപ്പിക്കൽ നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന്. ഇത് തിരുവെഴുത്തിൽ പുതിയ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല, അതിന് വിരുദ്ധവുമാണ്. അപ്പം ഇദ്ദേഹത്തെ വിട്ട് അകലാനാണ് സത്യവിശ്വാസികളോടുള്ള കൽപ്പന. ഇദ്ദേഹത്തിൽ ഇവരുടെ ഉപദേശങ്ങളിൽ നിന്ന് അകന്നു മാറിക്കൊള്ളണം. അതാണ് അവിടെ പറയുന്ന കാര്യം. മറ്റൊരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം.
ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. അതും ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്ന കാര്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഗലാത്യ ലേഖനം 1-ന്റെ 19-ാമത്തെ വാക്യം, 1-ന്റെ 8-9 വാക്യങ്ങൾ, 8-9 വാക്യങ്ങൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായ മറ്റൊരു സദ്വാർത്തയുമായി വന്ന ഈ ജോസഫ് പൊന്നാറ സാറ്, ഈ സാറിനെ നമ്മൾ എങ്ങനെയാ കണക്കാക്കേണ്ടത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയുടെ അനാഥമ പുള്ളിയുടെ മേളിലുണ്ട്, ദൈവസഭയുടെ ശാപം അദ്ദേഹത്തിന്റെ മേളിലുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയുള്ളവർ മറ്റൊരു സുവിശേഷവുമായിട്ട് വരുന്നത് കൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ഇപ്പൊ ജോസഫ് പൊന്നാറ സാറിനെ ഞാൻ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിച്ചെന്ന് സിയോനിലുള്ളവർ പറയരുത്. വിപരീത ഉപദേശവും മറ്റൊരു സുവിശേഷവുമായിട്ട് വരുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ഞാൻ അദ്ദേഹത്തെ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ തിരുവെടുത്ത് അത് പറയുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പുതിയ നിയമ പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ, പുതിയ നിയമ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതിന് വിരുദ്ധമായി പഠിപ്പിച്ചത് കൊണ്ട് ഇദ്ദേഹം ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കുന്ന ആളും വിപരീത ഉപദേശം പഠിപ്പിച്ച ആളും ദൈവസഭയുടെ ശാപത്തിന് അർഹിക്കുന്ന സുവിശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന ആളും ആണ്. പൗലോസ്ലീഹ പറഞ്ഞ വാക്യത്തിന്റെ ഗൗരവം ഒന്ന് ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറയാണ്, ഞാനിപ്പം ഗലാത്യ പ്രോവിൻസിലൊക്കെ വന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞല്ലോ, എന്റെ കൂട്ടത്തിൽ ഉള്ള ആളുകളൊക്കെ കൂടി ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു. ഇനി കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ അങ്ങ് തോന്നുക എന്ന് വിചാരിക്കുക, ഇതൊന്ന് മാറ്റി പറഞ്ഞു കളയാന്ന്. അങ്ങനെ എങ്ങാനും ഞാൻ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാലും നിങ്ങൾ സ്വീകരിക്കരുതെന്നാ പൗലോസ് പറയുന്നത്. ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. ഈ പൊന്നാറ സാറ് യെശയ്യാ പ്രവാചകൻ രണ്ടാമത് വന്ന സുവാർത്താ ദൂതിയൊക്കെ ആയിട്ടാ നിൽക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ഏഞ്ചൽ ഇറങ്ങി വന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ പാടില്ല. മറ്റൊരു സുവിശേഷം പിന്നെയാണോ പുനർജന്മം കിട്ടി പൊന്നാറ സാറ് യെശയ്യാവ് വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും? വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും ഒരു കാരണവശാലും ചേർക്കാൻ പറ്റില്ല. കാരണം പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നമ്മൾ പുതിയ നിയമത്തിന്റെ ലേഖനങ്ങൾ എഴുതി ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടം നോക്കുമ്പോൾ പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ സഭയ്ക്കകത്താ, സഭയ്ക്ക് വെളിയിലല്ല. സഭയ്ക്ക് വെളിയിലല്ല അവരുടെ ശുശ്രൂഷ. അവിശ്വാസികളുടെ ഇടയിൽ അല്ലായിരുന്നു പുതിയ നിയമ ശുശ്രൂഷകരുടെ ശുശ്രൂഷ, പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ. ജോസഫ് പൊന്നാറ സാറ് ദൈവസഭയിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുപോയി സഭയ്ക്ക് വെളിയിൽ ശുശ്രൂഷ ചെയ്യുകയും സഭയ്ക്ക് എതിരെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ്. സഭ എംബർ ഇമ്മാനുവേൽ 2008 മുതൽ സഭകളെ എല്ലാം നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചത്. തകർത്ത് കളയാന്ന വെബ്സൈറ്റിൽ കിടക്കുന്ന വാക്ക്, തകർത്ത് കളയുവാൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പം ദൈവസഭയ്ക്ക് വിരുദ്ധമായി നിന്നുകൊണ്ട് ദൈവസഭയ്ക്കെതിരെ പഠിപ്പിച്ച മനുഷ്യനാണ് ഈ പറയുന്ന ജോസഫ് പൊന്നാറ സാർ. അപ്പൊ പിന്നെ എങ്ങനെയാ അദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകനായിട്ട് അംഗീകരിക്കുക? അദ്ദേഹത്തെ പുതിയ നിയമ പ്രവാചകനാക്കി അംഗീകരിക്കാൻ പറ്റില്ല. 3 കാരണങ്ങൾ. ഒന്ന്, അദ്ദേഹം സ്വയം പഴയ നിയമ പ്രവാചകനാണെന്ന് പറഞ്ഞു, അവരും അങ്ങനെ പഠിപ്പിക്കുന്നു. 2, അദ്ദേഹം പുതിയ നിയമത്തിന്റെ ടീച്ചിങ്സിന് വിരുദ്ധമായി പഠിപ്പിച്ചത് കൊണ്ട് അദ്ദേഹം നൊന്തുപക്ഷങ്ങളെയും ഇടർച്ചകളെയും കൊണ്ടുവരികയും അദ്ദേഹം ശപിക്കപ്പെട്ടവനുമാണെന്ന് തിരുവെടുത്ത് പറയുന്നു. മറ്റൊരു സുവിശേഷം, സദ്വാർത്ത എന്ന മറ്റൊരു സുവിശേഷം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം അംഗീകാരപ്രിയനല്ല. 3-മത്തെ കാര്യം, ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളെ നമുക്ക് മുഖവിലക്കെടുക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ കാരണം, പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ സഭയ്ക്കകത്ത, സഭയ്ക്കെതിരെയല്ല. സഭയ്ക്കകത്തല്ല അദ്ദേഹം സഭയ്ക്ക് വെളിയിൽ നിന്നിട്ടാ സഭയ്ക്ക് നേരെ ചെളി വാരി എറിയുന്ന പരിപാടി അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കും. ശിഷ്യന്മാർ അത് തന്നെയാ കാണിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ സാറിനെ നമ്മൾ പുതിയ നിയമ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ഇദ്ദേഹം പഴയ നിയമ പ്രവാചകനുമല്ല, പുതിയ നിയമ പ്രവാചകനുമല്ല. ഇദ്ദേഹത്തിന്റെ നാവിൽ ദൈവപിതാവ് ഒരു വാക്കും കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല.
പറഞ്ഞതെല്ലാം പാളിപ്പോയ ഒരു മനുഷ്യനാണ്, പഠിപ്പിച്ചതെല്ലാം തെറ്റായി പോയ ഒരു മനുഷ്യനാണ്, ഉപദേശങ്ങളിലെല്ലാം നിശ്ചയമില്ലാതിരുന്ന മനുഷ്യനാണ്. പിന്നെ സാധിച്ചു അറിവില്ലാത്ത കുറെ പേരെ പിന്നാലെ വലിച്ചു വെക്കാൻ. അതിൽ കവിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രവാചക ശുശ്രൂഷയിൽ ഞാനൊന്നും കാണുന്നില്ല. ഇതിനെ ഞാനൊന്നും കാണുന്നില്ല. ഇതിനപ്പുറം ഒന്നും പറയാൻ. അതെ, ഇവിടെ അവസാനത്തെ പഠനം അവിടെയാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പഴയ നിയമ പ്രവാചകൻ എന്നുള്ള യോഗ്യതയുമില്ല, പുതിയ നിയമത്തിലെ പ്രവാചകൻ ആകാനുള്ള ഒരു സ്കോപ്പുമില്ല. അപ്പോൾ ഈ രണ്ട് വാദങ്ങളും അദ്ദേഹത്തിന്റെ ഈ രണ്ട് വാദത്തിൽ പഠിപ്പിച്ചാലും രണ്ടും തകർന്നു എന്ന് നമ്മുടെ ഈ ചർച്ചയിൽ വ്യക്തമായിരിക്കുകയാണ്. കേട്ട പ്രേക്ഷകർക്ക് അത് വളരെ വ്യക്തമായിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഏതെങ്കിലും എംപറർ ഇമ്മാനുവേൽ സിയോനിലെ വ്യക്തി ഇത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗുണം ഇതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞ പ്രവചനങ്ങളൊന്നും നിറവേറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അത് ഓഡിയോ ക്ലിപ്പ് ഇട്ട് ഞങ്ങളത് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സത്യപ്രവാചകനാണോ എന്നുള്ള ഞങ്ങളുടെ ഈ ലൈവ് കേട്ട എല്ലാ വ്യക്തികൾക്കും തീർച്ചയായിട്ടും മനസ്സിലായിരിക്കുന്നു. അദ്ദേഹം സത്യപ്രവാചകനല്ല, കള്ളപ്രവാചകനാണ്. അതല്ലേ ബ്രദറെ അവസാനത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതിന്റെ റിസൾട്ട് അതല്ലേ? അദ്ദേഹം സത്യപ്രവാചകനല്ലെങ്കിൽ കള്ളപ്രവാചകനാണ്. അപ്പോൾ ഈ കള്ളപ്രവാചകനാണ്. ഇതിനെ ഞാനായിട്ട് അത് പറയുന്നില്ല, ജനമായിട്ട് അത് തീരുമാനിച്ചോട്ടെ എന്നാണ് എന്റെ ഒരു മനോഭാവം. അതെ, ജനം തീരുമാനിക്കുന്ന കാര്യം ഞാൻ തന്നെ പറഞ്ഞതേ ഉള്ളൂ മുൻകൂട്ടി. അപ്പൊ സത്യപ്രവാചകൻ അല്ലെങ്കിൽ കള്ളപ്രവാചകനാണ്. കാരണം നമ്മൾ പറഞ്ഞല്ല, തിരുവചനത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറഞ്ഞ പ്രവചനം നിറവേറിയില്ലെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് സ്വന്തം ഇഷ്ടത്തിൽ നിന്നാണെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ്. അത് വേദപുസ്തകം പറഞ്ഞതാണ്. അപ്പോൾ അവർ തന്നെ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ സത്യപ്രവാചകനാണെങ്കിൽ അതിനുള്ള തെളിവുമായിട്ട് വരട്ടെ. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. അവർ വരിക, വചനവുമായി വരിക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ ലൈവിന്റെ ഉദ്ദേശവും അതിന്റെ പഠനവും എത്തി നിൽക്കുന്നത് ജോസഫ് പൊന്നാറ എന്ന ഇവർ യെശയ്യാ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുവാൻ ഇല്ല എന്നുള്ളതാണ്. പ്രധാനൂടെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? കൺക്ലൂഡ് ചെയ്യട്ടോ. ഹലോ, ലൈവ് നിർത്തട്ടോ അതോ എന്തെങ്കിലും ചേർത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന്റെ പ്രവാചക ശുശ്രൂഷ സംബന്ധിച്ച് ഇനി ഒന്നും ഇദ്ദേഹത്തെ മറ്റൊരു നിലയിൽ നമുക്ക് പറയാനില്ല. ഇനി ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ മുഴുവനൂടെ വേണമെങ്കിൽ ഒരു ദിവസം നമുക്കൊന്ന് മറ്റൊരു ലൈവിൽ കൊണ്ടുവരാം. ഇദ്ദേഹം പ്രവചിച്ച പ്രവചനങ്ങൾ ഒന്ന് തന്നെ ധാരാളമാണ്, ഒന്ന് തന്നെ മതി ഇദ്ദേഹം ശരിയായ പ്രവാചകനല്ലെന്ന് മനസ്സിലാക്കാൻ. ഇനിയിപ്പോ അവര് അതും തള്ളിക്കളഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വേറെ പ്രവചനങ്ങളൊക്കെ നിരത്തി വെക്കാം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളൂ. നമുക്ക് ഈ ലൈവ് കഴിയുമ്പോൾ അറിയാമല്ലോ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന്. ഞങ്ങളുടെ എന്ത് പറയുന്നത് കേൾക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ലൈവിൽ ഇതിന്റെ കൂടുതൽ തെളിവുകളുമായിട്ട് വരാം, അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ ലൈവിന്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമായിരിക്കുന്നു, പ്രേക്ഷകർക്ക് അത് ബോധ്യമായിരിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജോസഫ് പൊന്നാറ എന്ന ഈ ദുരുപദേശം പഠിപ്പിച്ച, ജനങ്ങളെ വഞ്ചിച്ച അദ്ദേഹത്തിന്റെ ദുർവ്യാഖ്യാനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുക. ഇനിയും പോകുവാൻ ആരെങ്കിലും റെഡിയായിട്ട് നിൽപ്പുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അദ്ദേഹം ജനങ്ങളെ വഞ്ചിച്ച് ഒരു കൂട്ടമാക്കി ഒരിടത്ത് കൊണ്ടിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് ഒരു ബോധവുമില്ലാതെ, തിരുവചനത്തിൽ യാതൊരു ചിന്തയും ബോധവും ഇല്ലാതെ കിടക്കുന്ന വ്യക്തികളാണ്. അവിടേക്ക് നിങ്ങൾ ചെന്ന് കയറാതിരിക്കുക. ജയിക്കുമാറാകട്ടെ. ആമേൻ.